السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين. أما بعد. ബഹുമാനരായ സഹോദരങ്ങളെ, നമ്മൾ ശുറൂത്തു സ്വലാത്തി വ അർക്കാനുഹ വ വാജിബാത്തുഹ എന്ന ഷെയ്ഖുൽ ഇസ്ലാമിൻ്റെ ഒരു റിസാലയാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് രചിച്ചിട്ടുള്ള നിസ്കാരവുമായി ബന്ധപ്പെട്ട വളരെ ചുരുങ്ങിയ വാക്യങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ള ഒരു റിസാലയാണ് ശുറൂത്തു സ്വലാ വ അർക്കാനുഹ വ വാജിബാത്തുഹ. നിസ്കാരത്തിൻ്റെ നിബന്ധനകളും റുക്നുകളും വാജിബുകളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചെറിയ റിസാല. ഓരോ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങളെക്കുറിച്ച് ധാരണ ഉണ്ടായിരിക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യം വഹിക്കുന്ന കാര്യമാണ്. കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായി നമ്മൾ നിസ്കാരത്തിൻ്റെ നിബന്ധനകളിലെ ആദ്യത്തെ 4 നിബന്ധനകളാണ് നമ്മൾ വായിച്ചത്. ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു, നിസ്കാരം സ്വീകരിക്കപ്പെടാൻ നമ്മൾ മുസ്ലിം ആയിരിക്കേണ്ടതുണ്ട്. മുസ്ലിമീങ്ങളുടെ അമലുകൾ മാത്രമാണ് അല്ലാഹു തആല പരിഗണിക്കുക. രണ്ടാമത് നമ്മൾ പറഞ്ഞു, അൽ അഖൽ, ബുദ്ധി ഉണ്ടായിരിക്കേണ്ടതുണ്ട്. ബുദ്ധിയില്ലാത്ത ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ശറഇന്റെ നിയമങ്ങൾ ബാധകമാക്കിയിട്ടില്ല. അവർ ചെയ്യേണ്ടതില്ല, അവർ ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടിട്ടുമില്ല. മൂന്നാമത്തേത് അത്തമീസ്, കാര്യങ്ങൾ വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള ഒരു പ്രായത്തിലാണ് അത് പറയുന്നത്. അതിന്റെ ഹദ് പരിധി 7 വയസ്സാണ് എന്നാണ് അദ്ദേഹം ഇവിടെ കൊടുത്തിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിസ്കാരം കൽപ്പിക്കാൻ പറഞ്ഞുകൊണ്ടുള്ള ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. 7 വയസ്സാകുമ്പോഴാണ് കുട്ടികളോട് നിസ്കാരം കൽപ്പിക്കാൻ പറഞ്ഞത്. 4ാമത്തെ നിബന്ധന റഫ്ഉൽ ഹദസ് ആണ്. ചെറുതോ വലുതോ ആയ അശുദ്ധി ഒരാളിലുണ്ട് എങ്കിൽ അത് ഉയർത്തുക എന്നുള്ളതാണ്. ചെറിയ അശുദ്ധിയാണ് എങ്കിൽ ഉളോടുകൂടിയും, വലിയ അശുദ്ധി സംഭവിച്ചു കഴിഞ്ഞാൽ കുളിയോടുകൂടിയും ആ അശുദ്ധി നീങ്ങിപ്പോകുന്നതാണ്. ഈ 4 കാര്യങ്ങളാണ് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കിയത്. അതിനുശേഷം 5ാമത്തെ നിബന്ധന അശ്ശർത്തുൽ ഖാമിസ് ഇസാലത്തുൻ നജാസതി മിൻ 3 കാര്യങ്ങളിൽ നിന്നും നജസുകളെ നീക്കം ചെയ്യണം. മിനൽ ബദൻ, ശരീരത്തിൽ നിന്നും, വസ്സൗബ്, നമ്മുടെ വസ്ത്രത്തിൽ നിന്നും, വൽ ബുഖഅ, നമ്മൾ നിസ്കരിക്കുന്ന സ്ഥലത്ത് നിന്നും. വദ്ദലീലു ഖൗലുഹു തആല വസിയാബക ഫതഹിർ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിന്റെ വസ്ത്രം നീ അതിനെ ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞു. ഇത്രയുമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇസാലത്തുൻ നജാസ, നജസുകളെ നീക്കം ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ നിസ്കരിക്കുന്നതിന് മുമ്പ് നമ്മുടെ നിസ്കാരത്തിന്റെ ആ ഒരു സ്ഥലത്തോ മുസല്ലയിലോ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തോ വസ്ത്രത്തിലോ ഒക്കെ നജസ് ഉണ്ട് എങ്കിൽ നമ്മൾ നീക്കം ചെയ്യുക. ഇതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ഷർത്ത് നമുക്ക് എല്ലാ വക്തിനും ആവശ്യമുള്ള ഒരു കാര്യമല്ല. ഒരാളുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗത്തോ വസ്ത്രത്തിലോ നിസ്കരിക്കുന്ന ഭാഗത്തോ നജസ് ഉണ്ടെങ്കിൽ അത് നീക്കം ചെയ്യുക എന്നുള്ളതാണ് നിബന്ധന. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലോ വസ്ത്രത്തിലോ ആ സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും നജസ് ഉണ്ട് എന്ന് ഉറപ്പോടുകൂടി നമ്മൾ നിസ്കരിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നിസ്കാരം അത് സ്വീകരിക്കുകയില്ല എന്നർത്ഥം. നമ്മൾ ഉറപ്പോടുകൂടി അങ്ങനെ നിസ്കരിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല. എന്നാൽ ഇവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരാൾ നിസ്കരിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് അയാൾക്ക് ബോധ്യപ്പെടുന്നത് എൻ്റെ വസ്ത്രത്തിൽ നജസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഞാൻ നിസ്കരിച്ച സ്ഥലത്തൊരു നജസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ശരീരഭാഗത്ത് എവിടെയോ ഒരു നജസിന്റെ അംശം ഉണ്ടായിരുന്നു എന്നുള്ളത് നിസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഒരാൾക്ക് ബോധ്യപ്പെടുന്നത് എന്ന് വിചാരിക്കുക. എങ്കിൽ അയാളുടെ നിസ്കാരം സ്വഹീഹാകുന്നതാണ് എന്നാണ്. ഇതിന് പ്രത്യേകമായ തെളിവുണ്ട്. സാധാരണഗതിയിൽ നിബന്ധനകൾ മറന്നുപോയി കഴിഞ്ഞാൽ, നിബന്ധനകൾ പാലിക്കാൻ മറന്നുപോയി കഴിഞ്ഞാൽ അമലുകൾ സ്വീകരിക്കപ്പെടുകയില്ല. പക്ഷെ ഈ വിഷയത്തിൽ ഒരു പ്രത്യേകമായ തെളിവ് വന്നിട്ടുണ്ട്. പ്രത്യേകമായ തെളിവ് ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജമാഅത്തായി നിസ്കരിക്കുകയാണ്. പുറകിൽ സ്വഹാബത്തുണ്ട്. പെട്ടെന്ന് അവിടുന്ന്
അവിടുത്തെ 2 ചെരുപ്പുകൾ ഊരി മാറ്റുന്നതായി സഹാബികൾ കണ്ടു. സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പൂർണ്ണമായി അനുധാവനം ചെയ്യുന്ന സഹാബത്ത് ഉടൻ തന്നെ അവരുടെ ചെരുപ്പ് അഴിച്ചു മാറ്റി. അവർ ചിലർ വിചാരിച്ചു അല്ല വഹി ഇറങ്ങിയിട്ടുണ്ടാകും നിസ്കാരത്തിൽ ചെരുപ്പ് ധരിക്കാൻ പാടില്ല എന്ന വല്ല നിയമം വന്നിട്ടുണ്ടാകും എന്നവർ ധരിച്ചു. അവരത് അഴിച്ചു മാറ്റുകയുണ്ടായി. നിസ്കാരം കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അല്ല നിങ്ങൾ എന്തിനാണ് ചെരുപ്പ് അഴിച്ചു മാറ്റിയത്? എൻ്റെ വിഷയം എനിക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വഹി നൽകിയിരിക്കുന്നു. താങ്കളുടെ ചെരുപ്പിന്റെ അടിഭാഗത്ത് നജസുണ്ട്, അഴിച്ചു മാറ്റേണ്ടതാണ്, അങ്ങനെ ഞാൻ അഴിച്ചു മാറ്റിയതാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അവർ വിചാരിച്ചു അങ്ങനെ ഒരു വഹി ഇറങ്ങിയിട്ടുണ്ട്, ഇനി ചെരുപ്പും ഖുഫയൊന്നും ധരിക്കാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ടാണ് സഹാബികൾ ചെയ്തത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിന്റെ ഒരു പ്രത്യേക സമയത്താണ് അത് അഴിച്ചു മാറ്റുന്നത്. അതിനു മുമ്പ് എന്ത് തന്നെയായാലും 1-2 റക്അത്തൊക്കെ നിസ്കരിച്ചിട്ടുണ്ടാകണം, അല്ലെങ്കിൽ അതിൽ കുറഞ്ഞൊരു ഭാഗം നിസ്കരിച്ചിട്ടുണ്ടാകണം. ആ ഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാറ്റി നിസ്കരിച്ചിട്ടില്ല. ആ ഭാഗം മാറ്റി നിസ്കരിച്ചിട്ടില്ല. അതിൽ നിന്നുമാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, ഒരാൾ നജസുള്ളൊരു വസ്ത്രമോ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നജസ് ഉണ്ടാകുകയോ ചെയ്തിട്ട് അത് കഴുകാൻ മറന്നുപോയി, നിസ്കാര സമയത്ത് അവൻ മറന്നുപോയി, ശേഷം നിസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് ഓർമ്മ വന്നത്, അല്ലെങ്കിൽ നിസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് അവൻ അറിയുക തന്നെ ചെയ്യുന്നത് എന്ന് വിചാരിക്കുക, എങ്കിൽ അവൻ നിസ്കാരം സ്വഹീഹാകുന്നതാണ് എന്നാണ്. ഇതാണ് ഇതിനുള്ള തെളിവ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്രയും ഭാഗം മാറ്റി നിസ്കരിച്ചിട്ടില്ല, അത്രയും ഭാഗം മാറ്റി നിസ്കരിച്ചിട്ടില്ല. എന്നാൽ ഇവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, ഇതുപോലെയല്ല റഫ്ഉൽ ഹദസ്. ഒരാൾ വുളു എടുക്കാൻ മറന്നു വിചാരിക്കുക, അല്ലെങ്കിൽ ജനാബത്ത് കൂടി കുടിക്കാൻ മറന്നു വിചാരിക്കുക, നിസ്കാര ശേഷമാണ് ബോധ്യപ്പെടുന്നതെങ്കിലോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, അത് മാറ്റി നിസ്കരിക്കേണ്ടി വരും. പ്രത്യേകിച്ച് വുളുവിന്റെ കുളിയുടെ ഒക്കെ വിഷയമാണെങ്കിൽ അതിന് എത്ര നിസ്കാരമാണ് മറന്നു നിസ്കരിച്ചിട്ടുള്ളത് അത്രയും നിസ്കാരം കളാക്കേണ്ടി വരും. കുറ്റമില്ല, കാരണം മറന്നുപോയതാണ്, പക്ഷെ കളാക്കേണ്ടി വരും. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ മറന്നുകൊണ്ട് ഒരാൾ നജസുള്ള വസ്ത്രമോ അല്ലെങ്കിൽ അവൻ നിസ്കരിച്ച സ്ഥലത്ത് നജസ് ഉണ്ടായിരുന്നെങ്കിൽ അയാൾ നിസ്കാരം സ്വഹീഹാകുന്നതാണ്. ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചേക്കാം. ഇപ്പോൾ വീട്ടിലൊക്കെ കുട്ടികളുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. ഇപ്പൊ ഏതെങ്കിലുമൊക്കെ കുട്ടി ഒരു ഭാഗത്ത് മൂത്രമൊഴിക്കുക, അല്ലെങ്കിൽ നമ്മുടെ വസ്ത്രത്തിൽ എവിടെയെങ്കിലൊക്കെ മൂത്രമൊഴിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. നമ്മളത് കഴുകണം എന്നൊക്കെ വിചാരിച്ചതാണ്, പക്ഷെ പെട്ടെന്ന് ബാങ്ക് കൊടുത്തപ്പോൾ മറന്നുപോയി. സ്ത്രീകൾക്കൊക്കെ സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യമാണ്. മറന്നുപോയി, അവരെങ്ങനെയെങ്കിലും നിസ്കരിച്ചു. സലാം കിട്ടിയതിന് ശേഷമാണ് അവർക്ക് ബോധ്യപ്പെട്ടത് എങ്കിൽ അത് മാറ്റി നിസ്കരിക്കേണ്ടതില്ല. ഈ ഹദീസാണ് അതിനുള്ള തെളിവ്. എന്നാൽ ഇവിടെ വേറൊരു വിഷയം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നിസ്കാരത്തിനിടയിലാണ് ഒരാൾക്ക് ഇത് ബോധ്യപ്പെട്ടത് എന്ന് വിചാരിക്കുക, എങ്കിൽ അത് അവന്റെ വസ്ത്രത്തിന്റെ മുഖമ്മിലാത്തുകൾ മറ്റുമാണ് എങ്കിൽ, അതായത് ഔറത്ത് മറക്കുന്ന വസ്ത്രമൊന്നുമല്ല. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം തട്ടമൊക്കെ ഉണ്ടെങ്കിൽ തട്ടം, അല്ലെങ്കിൽ തൊപ്പിയോ, അല്ലെങ്കിൽ അതേപോലെ സോക്സോ ഒക്കെ ആണെങ്കിൽ നമുക്കത് അയച്ചു മാറ്റാൻ പറ്റുന്ന കാര്യമാണ്. സോക്സിലാണ് നജസുള്ളത് എങ്കിൽ നമുക്കത് ഉടനെ അയച്ചു മാറ്റാവുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതുപോലെ അയച്ചു മാറ്റാൻ പറ്റുന്നതാണ് എങ്കിൽ ആ നിസ്കാരത്തിൽ തന്നെ അത് അയച്ച് സൈഡിലേക്ക് മാറ്റി വെച്ച് നിസ്കാരം തുടരാവുന്നതാണ്. അതിനും ഈ ഹദീസ് തന്നെയാണ് തെളിവ്. ഇനി ഒരാൾക്ക് അയച്ചു മാറ്റാൻ പറ്റാത്ത രൂപത്തിലുള്ള ഒരു വസ്ത്രത്തെയാണ് ഉള്ളത്. ഇപ്പം നമ്മുടെ വസ്ത്രത്തിൽ നജസായി എന്ന നിസ്കാരത്തിൽ ബോധ്യപ്പെട്ടു വിചാരിക്കുക, നജസുണ്ട് എന്നുള്ളത്. നിസ്കാരത്തിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ തുടരാൻ പാടില്ല. അത് അയച്ചു മാറ്റാൻ പറ്റുമെങ്കിൽ മാറ്റുക, ഇല്ലെങ്കിൽ നിസ്കാരം അവിടെ മുറിക്കുക. പോയി നമ്മൾ നജസ്സുകളൊക്കെ മാറ്റിയതിനു ശേഷം തിരിച്ചു വന്ന് നിസ്കരിക്കേണ്ടതുണ്ട്. ഇത് വളരെ കൃത്യമായി മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഹദീസ് തന്നെയാണ് ഇതിനെല്ലാം സഹോദരങ്ങളെ തെളിവായിട്ടുള്ളത്. ഇനി ഒരാള് നജസുള്ളൊരു സ്ഥലത്ത് വെച്ച് നിസ്കരിക്കുന്ന സമയത്ത് അയാൾ അതിനു മുകളിൽ ഒരു മാറ്റോ അല്ലെങ്കിൽ അതിനു മുകളിൽ എന്തെങ്കിലുമൊക്കെ പായൊക്കെ വിരിച്ചിട്ടാണ് നിസ്കരിക്കുന്നതെന്ന് വിചാരിക്കുക. താഴെ നജസുണ്ട്, ആ നജസ് അയാളുടെ നിസ്കാര ഭാഗത്ത് എവിടെ ഇല്ല, അതിന് താഴെയാണുള്ളത് എങ്കിലും നിസ്കാരം സ്വഹീഹാകും. അവിടെ വിഷയം വരുന്നില്ല. കാരണം നമ്മുടെ ശരീരഭാഗങ്ങളിൽ നജസ് സ്പർശിക്കുക എന്നുള്ളതാണ് അവിടെ വിഷയം. ചില സമയത്ത് ഒരു ഭാഗത്ത് നജസ് ഉണ്ടെന്ന് വിചാരിക്കുക, നമ്മൾ അതിന് മുകളിൽ കട്ടിയുള്ളൊരു മാറ്റ് കൊണ്ടിട്ടു, എന്നിട്ട് ഒരാൾ അതിന്റെ മുകളിൽ നിസ്കരിച്ചാൽ അതിൽ കുഴപ്പമൊന്നും വരുന്നില്ല. നജസ് നമ്മുടെ ശരീരഭാഗത്താകാതിരിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഏതാണ് ഈ ബുഖാ എന്ന് പറയുന്നത്, നമ്മൾ നിൽക്കുന്ന ഭാഗം മുതൽ നമ്മൾ സുജൂദ് ചെയ്യുന്ന ഭാഗം വരെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനപ്പുറത്ത് നജസുണ്ടെങ്കിൽ നമുക്ക് വിഷയം വരുന്നില്ല. ഈ മസ്ജിദിൽ ഒരാൾ ഇവിടെ നിസ്കരിക്കുന്നു, തൊട്ടപ്പുറത്തൊരു കുട്ടി മൂത്രയിച്ച നജസ് അവിടെ ബാക്കിയുണ്ടായിരുന്നു. മസ്ജിദിൽ എല്ലാവർക്കും ആ വിഷയമില്ല അല്ലെ, മറിച്ച് ആ ഭാഗത്താണ് നമുക്ക് അവിടെ നിസ്കരിക്കാൻ പറ്റാത്തത്, ബാക്കിയുള്ള ഭാഗത്തത് വിഷയമില്ല എന്നാണ്.
അതിന് തെളിവായി അദ്ദേഹം കൊടുത്തത് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു കാര്യമാണ്, വസിയാബക ഫതഹിർ, നീ നിന്റെ വസ്ത്രം അത് ശുദ്ധിയാക്കുക എന്നാണ് പറയുന്നത്. ഭൂരിഭാഗം സലഫുകളും ഈ ആയത്തിന് വിശദീകരണം നൽകിയത് അത്തഹാറത്തു മിനദ്ദുനൂബി വൽ മആസി എന്നാണ്. തിന്മകളിൽ നിന്നും പാപങ്ങളിൽ നിന്നുമൊക്കെ, ചെറുതും വലുതുമായ പാപങ്ങളിൽ നിന്നും ശുദ്ധിയാകുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്നാണ്. എന്നാൽ മഹാനായ മുഹമ്മദ് ഇബ്നു സീരീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, വസിയാബക ഫതഹിർ എന്ന് പറഞ്ഞാൽ ഐ ഇഗ്സിൽഹാ ബിൽ മാ, വെള്ളം കൊണ്ട് കഴുകുക എന്നുള്ളത് തന്നെയാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം അതിൽ ഉൾപ്പെടും. അഥവാ നിസ്കരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം, അവന്റെ വസ്ത്രത്തിലോ ഖൽബിലോ ശുദ്ധിയല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല. പാപക്കറകളിൽ നിന്നും ഖൽബിനെ ശുദ്ധിയാക്കണം. അതുപോലെ തന്നെ അവന്റെ വസ്ത്രവും നജസുകളിൽ നിന്ന് ശുദ്ധിയാക്കണം. മുഴുവൻ ശുദ്ധിയായ അവസ്ഥയിലാണ് ഒരു മുഅ്മിൻ ഉണ്ടാകേണ്ടത്. അല്ലെങ്കിൽ നജസിൽ നിന്ന് ശുദ്ധിയാകുക എന്നുള്ളത് നിസ്കാരത്തിൽ മാത്രമല്ല, എപ്പോഴും നമ്മൾ പാലിക്കേണ്ട ഒരു കാര്യമാണ്. നിസ്കാരത്തിൽ അത് നിർബന്ധമാണ്, സ്വീകരിക്കപ്പെടാനുള്ള കാര്യത്തിൽപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കുക. ഇവിടെ സഹോദരങ്ങളെ, ചെറിയ ആൺകുട്ടികളുടെ മൂത്രം, അതായത് പാല് മാത്രം കുടിക്കുന്ന, സ്വന്തം നിലക്ക് ഭക്ഷണം കഴിച്ചു തുടങ്ങാത്ത ചെറിയ ആൺകുട്ടികളുടെ മൂത്രം അത് നജസല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. നജസല്ല എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് പറയുന്നത് നജാസത്തുൽ മുഖഫഫ എന്നാണ്. വളരെ ലൈറ്റായിട്ടുള്ള നജസ് എന്നാണ് പറയുക. നജസാണ്, പക്ഷേ അത് നമ്മൾ നിസ്കാരത്തിൽ നിന്നും തടയുന്ന നജസല്ല. അത് സംഭവിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ വെള്ളം ഇങ്ങനെ കുടഞ്ഞാൽ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ ഒന്ന് കുടഞ്ഞാൽ മതി, അത് പൂർണ്ണമായി കഴുകി കളയേണ്ടതില്ല. ആൺകുട്ടികളുടെ വിഷയത്തിൽ മാത്രമാണ്. അത് തന്നെ ഭക്ഷണം കഴിച്ചു തുടങ്ങുന്നതിന് മുമ്പുള്ള ആ ഒരു പ്രായം, പാല് മാത്രം കുടിക്കുന്ന ആ ഒരു പ്രായത്തിൽ ഉള്ളതാണ്. അപ്പൊ ബാക്കിയുള്ളൊരു ഈ നജസിന്റെ ഒരു ഉദാഹരണം മാത്രം പറഞ്ഞു എന്ന് മാത്രം. ബാക്കിയല്ലാത്ത നമ്മൾ അറിയപ്പെട്ട എല്ലാ നജസുകൾ ഏതുമാകട്ടെ ശരീരത്തിലോ വസ്ത്രത്തിലോ ഉണ്ട് എങ്കിൽ അത് കഴുകി വൃത്തിയാക്കിയിട്ട് വേണം നമ്മൾ നിസ്കരിക്കാൻ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ആറാമത്തെ ഷർത്ത് അശ്ശർതു സാദിസ് സത്റുൽ ഔറ, ഔറത്ത് മറക്കുക എന്നുള്ളതാണ്. നിസ്കാരത്തിൽ ഔറത്ത് മറക്കേണ്ടതുണ്ട്. അദ്ദേഹം പറയുന്നു, അജ്മഅ അഹ്ലുൽ ഇൽമി അലാ ഫസാദി സ്വലാത്തിൻ മൻ സല്ല ഉരിയാന വഹുവ യഖ്ദിർ. പണ്ഡിതന്മാർ ഏകോപിച്ചിരിക്കുന്നു, ഒരാൾക്ക് കഴിവുണ്ടായിട്ടും നഗ്നനായിട്ട് അയാൾ നിസ്കരിച്ചിട്ടുണ്ട് എങ്കിൽ അയാളുടെ നിസ്കാരം ഫസാദാകും. പണ്ഡിതന്മാർ ഏകോപിച്ചിട്ടുള്ള കാര്യമാണ്. അത് ഇജ്മാ ഉദ്ധരിച്ചിട്ടുണ്ട് എന്നാണ്. ഇബ്നു അബ്ദുൽ ബർ റഹിമഹുല്ലാഹി പോലെയുള്ള പണ്ഡിതന്മാരൊക്കെ അതിന് ഇജ്മാ ഉദ്ധരിച്ചിട്ടുണ്ട്. വഹദ്ദു ഔറത്തു റജുൽ, എന്താണ് മറക്കേണ്ടത് ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം? മിനസ്സുറത്തി ഇല റുക്ബ, മുട്ടുപൊക്കിളിനിടയിലാണ് അവന്റെ ഔറത്ത്. നിർബന്ധമായി മറച്ചിരിക്കേണ്ട ഭാഗം അതാണ്. വൽ ആമത്തു കദാലിക്, അടിമ സ്ത്രീയുടെ വിഷയത്തിലും അങ്ങനെയാണ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിസ്കാരത്തിൽ അങ്ങനെയാണ്. അടിമ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നിസ്കാരത്തിൽ അവരുടെ തല മറക്കാത്തത് കൊണ്ട് കുഴപ്പമില്ല. മറിച്ച് അവരുടെ പുരുഷന്മാരെ പോലെ തന്നെ അവർക്ക് മറച്ചാൽ മതി എന്നാണ്. എന്നാൽ പല പണ്ഡിതന്മാരും പറഞ്ഞിരിക്കുന്നത് ഏറ്റവും അഫ്ളൽ പൂർണ്ണമായി മറക്കുക എന്നുള്ളത് തന്നെയാണ്. കാരണം അവർക്ക് ഇളവ് നൽകിയതാണ്. അവർക്ക് പൂർണ്ണമായൊരു നിസ്കാരക്കുപ്പായം അത് ലഭിച്ചിട്ടില്ലെങ്കിലും അവർ ജോലിയെടുക്കുന്ന ആളുകളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇളവ് നൽകിയിട്ടുള്ളതാണ്. ഇനി അതല്ലാത്ത സാധാരണഗതിയിലുള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ശരീരം മുഴുവൻ ഔറത്താണ്, അവരുടെ മുഖം ഒഴികെ എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ ബനി ആദം ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദ്. ആദം സന്തതി, നീ ഓരോ നിസ്കാരവേളയിലും നീ നിന്റെ അലങ്കാര വസ്ത്രം സ്വീകരിച്ചുകൊള്ളുക. ഇൻദ കുല്ലി മസ്ജിദ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻദ കുല്ലി സലാ, നിസ്കാരമാണ് മസ്ജിദ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് അദ്ദേഹം എടുത്തു കൊടുത്തതായി കാണാൻ സാധിക്കും. ഇവിടെ സഹോദരങ്ങളെ മനസ്സിലാക്കേണ്ടത്, മനുഷ്യന് രണ്ടവസ്ഥ ഉണ്ടാകും. ഒന്ന്, സാധാരണ നമുക്ക് അനുകൂല സാഹചര്യങ്ങളിൽ, അതായത് നമുക്കെല്ലാം കൊണ്ടും വസ്ത്രവും ഒക്കെ നന്നായുള്ള വിശാലമായി റിസ്ക്കുള്ള സാഹചര്യങ്ങളിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വസ്ത്രമൊക്കെ ഉണ്ട് എങ്കിൽ അതിലേറ്റവും നല്ല വസ്ത്രം ധരിച്ച് നിസ്കരിക്കുക എന്നുള്ളത് അത് വളരെയധികം മുസ്തഹബായ കാര്യമാണ്. നല്ല വസ്ത്രം ധരിച്ച് നിസ്കരിക്കുക എന്നുള്ളത് മുസ്തഹബായ കാര്യമാണ്. കാരണം അല്ലാഹു തആല പറഞ്ഞത്, യാ ബനി ആദം ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദ്. കേവലം ഔറത്ത് മറക്കാനല്ല അല്ലാഹു തആല പറഞ്ഞത്. ഔറത്ത് മറക്കുന്നതിന്റെ അപ്പുറത്താണ് സീനത്ത് സ്വീകരിക്കുക, അലങ്കാര വസ്ത്രം സ്വീകരിച്ചുകൊള്ളുക എന്നുള്ളതാണ്. നിസ്കാരത്തിൽ ഏറ്റവും നല്ല വസ്ത്രം, മുഷിന്ന വസ്ത്രം ഇട്ടിട്ടല്ല നിസ്കരിക്കേണ്ടത്. പലരും വീഴ്ച വരുത്തുന്ന ഒരു കാര്യമാണ്. ചിലപ്പോൾ കിടന്നുറങ്ങിയ
ആ നൈറ്റിയൊക്കെ ഇട്ടുകൊണ്ട് അങ്ങനെ നിസ്കരിക്കുന്ന അല്ലെ, ആ ഒരു ട്രാക്ക് സൂട്ടുകളോ ടീഷർട്ടോ ഒക്കെ കിടന്നുറങ്ങാൻ വേണ്ടി നമ്മൾ മാറ്റി വെക്കുന്ന വസ്ത്രങ്ങൾ ഉണ്ടാകും. അതിട്ടുകൊണ്ടല്ല നമ്മൾ ഫജ്ർ നിസ്കാരത്തിന് വരേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഉടുക്കുന്ന കൈലി മുണ്ടുകളൊക്കെ ഉണ്ടാകും, അതെടുത്തുകൊണ്ടല്ല നമ്മൾ നിസ്കരിക്കാൻ വരേണ്ടത്. നിസ്കാരം സ്വഹീഹാകുകയില്ല നമ്മൾ പറയുന്നില്ല, നജസ്സുകളൊന്നും ഇല്ലെങ്കിൽ നിസ്കാരം സ്വഹീഹാകും. പക്ഷേ ഈ ആയത്തിൽ അള്ളാഹു തആല പറയുന്ന താല്പര്യം എന്താണ്? ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദ്. നിങ്ങൾ ഓരോ നിസ്കാര വേളയിൽ നല്ല അലങ്കാര വസ്ത്രത്തിൽ ധരിക്കുക, നല്ല വസ്ത്രം തന്നെ നിങ്ങൾ ധരിക്കണം. ചിന്തിച്ചു നോക്കുക, നമ്മൾ ആരെയാണ് അഭിമുഖീകരിക്കാൻ പോകുന്നത്? നമ്മുടെ നാട്ടിൽ കാര്യപ്പെട്ട ഒരു വ്യക്തിയെ എന്തെങ്കിലും ഒരു അപേക്ഷ കൊടുക്കാൻ പോകുമ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും പോവുക? ഏറ്റവും നല്ല വസ്ത്രത്തിലൊക്കെയാണ് പോവുക അല്ലേ? കാരണം നമ്മൾ ആ ഒരു നല്ല വസ്ത്രമൊന്നും പാലിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ആരെയാണോ അഭിമുഖീകരിക്കാൻ പോകുന്നത് അയാൾ പരിഗണിക്കാത്ത പോലെയാണ്. നമ്മൾ ഒരാൾ കാര്യമായി കണക്കാക്കാതിരിക്കുമ്പോഴാണ് നമ്മൾ ഏതെങ്കിലുമൊക്കെ വസ്ത്രത്തിലൊക്കെ പോവുക. നമ്മൾ വീട്ടിലൊരു എന്തെങ്കിലുമൊക്കെ ഒരു ഭിക്ഷ ചോദിച്ചിട്ടൊക്കെ ആരെങ്കിലും വന്നാൽ നമ്മൾ നല്ല വസ്ത്രമൊക്കെ ഇട്ട് ധരിക്കുമെന്ന് പറയുമ്പോൾ ഉള്ള വസ്ത്രത്തിൽ തന്നെ പോയിട്ടൊക്കെ കൊടുക്കും. കാരണം വലിയൊരു പരിഗണന ചിലപ്പോൾ കൊടുക്കുകയില്ല. എന്നാൽ അതുപോലെയല്ല, നമുക്കൊരു വലിയൊരു ഗസ്റ്റ് വരുന്നുണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അല്ലെ, നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വരുന്നുണ്ട് എന്നറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ മുഷിന വസ്ത്രത്തിലൊന്നും നിൽക്കുകയില്ല, നമ്മൾ ആദ്യം തന്നെ ഒരുങ്ങി വൃത്തിയാവും. അല്ലെങ്കിൽ നമ്മളൊരു പ്രധാനപ്പെട്ട വ്യക്തിയെ വല്ല അപേക്ഷയും സമർപ്പിക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ നല്ലൊരു വസ്ത്രമൊക്കെ ധരിച്ചിട്ടാണ് പോവുക, ഒരുങ്ങിയിട്ടാണ് പോവുക, വൃത്തിയിലാണ് പോവുക. കുളിക്കുകയൊക്കെ ചെയ്യും, വസ്ത്രമൊക്കെ ഇനി ഇസ്തിരി ഇടാത്ത ആളുകൾ പോലും ഇസ്തിരിയൊക്കെ ഇട്ടും നല്ല വൃത്തിയിൽ സുഗന്ധമൊക്കെ ഉപയോഗിച്ച് അങ്ങനെയൊക്കെയാണ് നമ്മൾ പോവുക. കാരണം നമ്മൾ പരിഗണിക്കപ്പെടുന്ന ആളുകളുടെ മുന്നിൽ അങ്ങനെയാണ് ചെയ്യുക. നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിലാണ് പോകുന്നത്. നമ്മൾ റബ്ബിനോട് പലതും ചോദിക്കുന്നുണ്ട്. റബ്ബിനോട് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് അള്ളാഹിനോടാണ് നമ്മൾ ചോദിക്കുന്നത്, നേരെ ചോദിക്കുകയാണ്. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, ഫാത്തിഹയിൽ ഹിദായത്തിലാക്കണമേ. അതുപോലെ ഒരുപാട് പ്രാർത്ഥനകൾ, പ്രാരംഭ പ്രാർത്ഥനകളിലാകട്ടെ നമ്മൾ അല്ലാഹു തആലയോട് ഇസ്തിഗ്ഫാർ തേടുകയാണ്, പാപമോചനം തേടുകയാണ്. റബ്ബിനോട് നമ്മൾ ഓരോ അപേക്ഷകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് ഏറ്റവും നല്ല രൂപത്തിലാകണം എന്നാണ് അള്ളാഹിന്റെ കൽപ്പന. ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദ്. അതിന് വീട്ടിലാകട്ടെ. ചിലരുണ്ട് വീട്ടിലാണെങ്കിൽ ചിലപ്പോൾ ഇത് പാലിക്കില്ല, മസ്ജിദിലാണെങ്കിലൊക്കെ പാലിക്കും. വീട്ടിൽ ഈ പറഞ്ഞതുപോലെ ഏതെങ്കിലുമൊക്കെ കോലത്തിൽ നിസ്കരിക്കും, വളരെ ദുർഗന്ധമുള്ള വസ്ത്രങ്ങൾ ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചത് മലായിക്കത്തുകൾക്ക് മനുഷ്യൻ ഏതൊരു കാര്യമാണോ ഉപദ്രവകരമാകുന്നത് അത് മലായിക്കത്തുകൾക്കും ഉപദ്രവകരമാകുമെന്നാണ്. അതുകൊണ്ട് ആരുമില്ലാതെ നമ്മൾ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന സമയത്തും രാത്രി നിസ്കരിക്കുന്ന സമയത്തും വീട്ടിൽ നിന്ന് സുന്നത്ത് നിസ്കരിക്കുന്ന സമയത്തും ഒക്കെ നല്ല ശുദ്ധിയുള്ള വൃത്തിയുള്ള വസ്ത്രം നമ്മൾ ധരിക്കണം. ദുർഗന്ധം വമിക്കുന്ന വസ്ത്രം ഇട്ട് നമ്മൾ നടക്കാനേ പാടില്ല. നിസ്കാരത്തിൽ എന്നുള്ളത് മാത്രമല്ല, അങ്ങനെയുള്ള ദുർഗന്ധങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ധരിക്കുമായിരുന്നില്ല എന്നാണ്. അവിടുന്ന് എപ്പോഴും നല്ല സുഗന്ധം ഉണ്ടായിരുന്നു എന്ന് കാണാൻ സാധിക്കുന്നത്. മുസ്ലിം അങ്ങനെയാണ്, ശുചിത്വം പാലിക്കണം, വൃത്തി ഉണ്ടാകണം, സുഗന്ധങ്ങൾ അവന് ഇഷ്ടപ്പെടണം. തിരിച്ചുള്ളത് ഒരു മുസ്ലിം യോജിച്ച കാര്യമല്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, നിസ്കാരത്തിന്റെ വേളയിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ. അല്ലാഹു തആല ഭംഗിയുള്ളവനാണ്, അവൻ ഭംഗി ഇഷ്ടപ്പെടുന്നുണ്ട്. മറ്റേതെങ്കിലും മതങ്ങളൊക്കെ പോലെ വൃത്തിയില്ലാത്ത അല്ല, അങ്ങനെയാണ് അവരുടെയൊക്കെ ചില മതങ്ങളിലൊക്കെ ഇബാദത്തുകൾ വർദ്ധിച്ചു കഴിയുന്ന ആളുകൾക്കുള്ള സ്വഭാവം എന്ന് പറഞ്ഞാൽ അവർക്ക് വൃത്തിയൊന്നും ഉണ്ടാവില്ല, കുളിയില്ല, അതൊക്കെ വലിയ പദവിയിലെത്തി എന്ന് കണക്കാക്കപ്പെടുന്ന കാര്യമാണ്. എന്നാൽ ഇസ്ലാമിൽ അങ്ങനെയല്ല. ഇസ്ലാമിൽ ഔലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുളിയില്ലാത്ത നനയില്ലാത്ത ആളല്ല, ഏറ്റവും വൃത്തിയുള്ള ആളായിരിക്കും. കാരണം ഏറ്റവും വലിയ ഔലിയ ആരാണ്? അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത ആളുകളാണ് അമ്പിയാക്കളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയായിരുന്നു? സുഗന്ധമായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് എങ്ങനെയാണ്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എങ്ങനെയായിരുന്നു? നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് ഔലിയാക്കൾ എന്ന് പറയുമ്പോൾ അതൊന്നും ചിന്ത പോകില്ല. ഔലിയാക്കൾ എന്ന് പറയുമ്പോൾ അങ്ങനത്തെ ഒരു ചിന്തയേ ഇല്ല. ഔലിയാക്കൾ എന്ന് ആലോചിക്കുമ്പോൾ തന്നെ വൃത്തിയില്ലാത്ത മനുഷ്യന്മാരെ കോലത്തിലേക്ക് എത്തണം. അതായത് ജദ്ബിന്റെ ഹാലാണ്. ആ ഹാലിലേക്ക് എത്തുമ്പോൾ പിന്നെ അവർക്ക് അള്ളാഹുവിന്റെ തകാലീഫുകളൊന്നും ബാധകമല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളൊന്നും ബാധകമല്ല. അവർ പ്രത്യേക ലോകത്താണ്. അങ്ങനെ ഒരു ആളുകളെ വേറൊരു രൂപത്തിലേക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊണ്ടുവന്നിരിക്കുകയാണ്. ഇപ്പൊ വൃത്തിയില്ലാത്ത സഹോദരങ്ങൾ, ഇസ്ലാം മതത്തിൽ അങ്ങനെ ഒരു ഘട്ടമേയില്ല. ഒരു ഘട്ടത്തിൽ പോലും വൃത്തിയില്ലാത്ത ദുർഗന്ധം വമിക്കുന്ന രൂപത്തിൽ നമുക്കൊരു ഇബാദത്തില്ല. ഏറ്റവും മനോഹരമായ രൂപത്തിലാണ് എല്ലാ ഘട്ടങ്ങളിലും ഉള്ളത് എന്ന് മനസ്സിലാക്കുക. ഇനി സഹോദരങ്ങളെ, ഇനി നമുക്ക് ഇത് വിശാലമായ അവസ്ഥയുള്ള സമയത്താണ്. ചില ആളുകൾക്ക് ഞെരുക്കം ഉണ്ടാകുന്ന അവസ്ഥയിലോ അത്ര നല്ല വസ്ത്രങ്ങളൊന്നും ഒരുപാടില്ല എങ്കിൽ നമ്മൾ നിസ്കാരത്തിൽ പാലിക്കേണ്ടത് അവിടെ ഔറത്ത് മറയുന്ന വസ്ത്രം എന്തായാലും ധരിച്ചിരിക്കണം. ഔറത്ത് മറയുന്ന വസ്ത്രം ധരിച്ചിരിക്കണം, അതിൽ കുറയാൻ പാടില്ല. അവിടെയാണ് പുരുഷന്മാരുടെ ഔറത്തിനെ കുറിച്ച് പറഞ്ഞത്. അത് മുട്ടുപൊക്കളിനിടയിലാണ്. പുരുഷന്മാർ മുട്ടുപൊക്കളിനിടയിൽ നിർബന്ധമായും മറച്ചിരിക്കണം. മുട്ടുപൊക്കളിനിടയിൽ എന്ന് പറയുമ്പോൾ അതിൽ പൊക്കളും മുട്ടും ഉൾപ്പെടുകയില്ല എന്നാണ് പറയുന്നത്. അതിനുള്ളിലുള്ള ഭാഗം ഔറത്താണ്. ഫഖീം, തുട ഔറത്താണ് എന്നുള്ളതാണ്
ഏറ്റവും ശരിയായ അഭിപ്രായം അതാണ്. അതുകൊണ്ട് സഹോദരങ്ങൾ, ആ ഭാഗം നിസ്കാരത്തിൽ നിന്നല്ല എപ്പോഴും മറച്ചിരിക്കേണ്ട കാര്യമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇഹ്ഫൽ ഔറതക, നിന്റെ ഔറത്ത് സംരക്ഷിക്കണം, ഇല്ലാ മിൻ സൗജതിക ഔ മിമ്മാ മലകത് യമീനുക, നിന്റെ ഭാര്യയിൽ നിന്നൊഴികെ. ഭാര്യയുടെ മുമ്പിൽ ഔറത്ത് മറക്കേണ്ടതില്ല. അല്ലെങ്കിൽ നിന്റെ വലങ്കൈ ഉടമപ്പെടുത്തിയത്, അതായത് അടിമകൾ ഉണ്ടായിരുന്ന കാലത്തെ കുറിച്ച് പറഞ്ഞതാണ്. അവർക്കും നിങ്ങൾക്ക് ഔറത്തില്ലാതെ മറക്കാതെ അവരുടെ മുന്നിൽ നിൽക്കാം. ഇതല്ലാത്ത ആളുകൾ, ആണിന്റെ മുന്നിലാകട്ടെ ആണ് പെണ്ണിന്റെ മുന്നിലാകട്ടെ ഔറത്ത് മറക്കേണ്ടതുണ്ട്. ഇന്നത് ഫാഷന്റെ പേരിലൊക്കെ മുസ്ലിം മക്കളായ ആളുകൾ പോലും അവര് മുട്ടിൽ നിന്ന് വളരെയധികം ഉയർത്തിയിട്ടുള്ള വസ്ത്രങ്ങളാണ് ധരിക്കുന്നത്. അതാണ് അത്ര ട്രെൻഡ് എന്ന് പറയുന്നത്. ചില ആളുകൾ ഫുട്ബോൾ കളിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആ രൂപത്തിലുള്ള വസ്ത്രം ധരിക്കുന്നുണ്ട്. സഹോദരങ്ങൾ, അത് ശരിയല്ല. കാരണം ഹറാമായ കാര്യമാണ്. ഔറത്ത് മറക്കുക എന്നുള്ളത് എല്ലാ സമയത്തും നിർബന്ധമാണ്. നിസ്കാരത്തിൽ അത് സ്വീകരിക്കപ്പെടാനുള്ള ഷർത്തുമാണ്. നിസ്കാരം അത് സ്വീകരിക്കപ്പെടാനുള്ള ഷർത്തുമാണ്. ഒരാൾക്ക് അതിന് സാധിക്കുമെങ്കിൽ, അല്ലെ? ഇനി സാധിക്കുമെങ്കിൽ എന്തുകൊണ്ടാണ് പറഞ്ഞത്? കാരണം സാധിക്കാത്തൊരവസ്ഥയിൽ ഒരാൾ പെട്ടു എന്ന് വിചാരിക്കുക. അള്ളാഹു അങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മൾ ആക്കാതിരിക്കുമാറാകട്ടെ. പണ്ഡിതന്മാരുടെ ഉദാഹരണം പറയാനുള്ളത്, ഒരാൾ ഒരു ജയിലിൽ പിടിച്ചിട്ടു, അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ഥലത്ത് അയാൾ ബന്ധിക്കപ്പെട്ടു. നിസ്കാരം എന്ന് പറയുന്നത് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഖളാ വീട്ടുക എന്ന് പറഞ്ഞ പരിപാടിയില്ല. അപ്പം നിസ്കരിച്ചു കൊള്ളണം. ഉദു കൊടുക്കാൻ വെള്ളം ഇല്ലെങ്കിൽ തയമ്മും ചെയ്യണം. അത് രണ്ടും ഇല്ലെങ്കിൽ, രണ്ട് ശുദ്ധി ഉണ്ടാക്കാനുള്ള രണ്ട് കാര്യങ്ങൾ നഷ്ടപ്പെട്ടാൽ അവൻ അതേ ഹാലിൽ നിസ്കരിക്കാമെന്നാണ്. തയമ്മും ചെയ്യണ്ട, അതുപോലെ ഉദു കൊടുക്കണ്ട. കാരണം മണ്ണൊന്നും ഇല്ലാത്തൊരു സ്ഥലത്ത്, ഒന്നുമില്ല, അങ്ങനത്തെ ഒരു സ്ഥലത്താണെന്ന് വിചാരിക്കുക, ഒന്നും ഔറത്ത് ഇതാക്കാനുള്ള ഒന്നുമില്ല, തയമ്മും ചെയ്യാൻ ഒന്നുമില്ല എന്ന് വിചാരിക്കുക. അതേ അവസ്ഥയിൽ നിസ്കരിക്കണം. ജമ്മ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ജമ്മ ചെയ്യാം. ഇനി ഔറത്ത് മറക്കാനുള്ള വസ്ത്രം ഇല്ലാന്ന് വിചാരിക്കുക, അതേ ഹാലിൽ നിസ്കരിക്കണം എന്നുള്ളതാണ്. അതല്ലാത്ത എല്ലാ സന്ദർഭങ്ങളിലും സഹോദരങ്ങളെ അവൻ മുട്ടുപൊക്കലിനിടയിൽ പൂർണ്ണമായും മറച്ചിരിക്കണം. എന്നാൽ പുരുഷനെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. അവന്റെ ചുമലുകൾ കൂടി മറച്ചിരിക്കണം. ചുമലുകൾ കൂടി മറച്ചിരിക്കണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യുസല്ലി അഹദുക്കും ഫി ത്ഥൗബിൽ വാഹിദ് ലൈസ അലാ ആതിഖൈഹി മിൻഹു ഷൈ. നിങ്ങളിൽ ഒരാളും ഒറ്റ വസ്ത്രത്തിൽ നിസ്കരിക്കാൻ പാടില്ല. ലൈസ അലാ ആതിഖൈഹി മിൻഹു ഷൈ, അതിൽ നിന്നും അവന്റെ ചുമലുകളിൽ ഒന്നുമില്ലാതായിട്ട്. അതായത് ഒറ്റ വസ്ത്രമാണെങ്കിൽ അത് ചുമലുകളിലേക്ക് കെട്ടിയിട്ടെങ്കിലും നിസ്കരിക്കണം. ചുമല് മറയുന്ന രൂപത്തിൽ നിസ്കരിക്കണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ചിലപ്പോൾ ചില ആളുകൾ വീട്ടിൽ നിന്ന് നിസ്കരിക്കുമ്പോൾ ഒക്കെ എന്ത് ചെയ്യും, ആ ഒറ്റ മുണ്ടിൽ നിസ്കരിക്കുന്ന ആൾ ചിലപ്പോൾ മുകളിലൊന്നും ഇടൂല, ഷർട്ട് ഇടൂല. ഇനിയിപ്പോൾ ഷർട്ട് ഇട്ടിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു തോർത്തെടുത്തിട്ട് നമ്മൾ ചുമലിലേക്ക് ഇങ്ങനെ ഇടണം. പൊക്കിള് വരെ ഒരാൾ ഒരു തുണി എടുത്തു എന്ന് വിചാരിക്കുക. പിന്നെ എന്ത് ചെയ്യണം? വേറെ ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ആ ചുമല് മറക്കാൻ ഒരു തോർത്ത് അല്ലെങ്കിൽ ഒരു തുണി എടുത്തിട്ട് അത് മറിച്ചിട്ട് വേണം നമ്മൾ നിസ്കരിക്കാൻ. അത് മറിച്ചിട്ട് വേണം നിസ്കരിക്കാൻ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെയധികം ഗൗരവത്തിൽ തന്നെ പറഞ്ഞു, അങ്ങനെ നിസ്കരിക്കരുത് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടത് ശ്രദ്ധിക്കുക. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾ മുഴുവൻ ഔറത്താണ്. സ്ത്രീകൾക്ക് രണ്ട് രൂപത്തെ ഔറത്ത് പറയും. ഒന്ന് നിസ്കാരത്തിലുള്ള ഔറത്ത് വേറെയാണ്, അതല്ലാത്ത സമയത്തുള്ള ഔറത്ത് വേറെയാണ്. നിസ്കാരത്തിലുള്ള സമയത്ത് ആൾക്കാരുടെ മുഖം തുറക്കാവുന്നതാണ്. അതുപോലെ തന്നെ പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞു അത് അവരുടെ മുൻകൈകളും അവൾക്ക് തുറക്കാവുന്നതാണ്. എന്നാൽ കാലുകൾ തുറക്കാം എന്ന് പറയുന്നത് അത് ശരിയായ അഭിപ്രായമല്ല. കാലുകൾ കാണാൻ പാടില്ല. നിസ്കാരത്തിനാണെങ്കിലും അത് പൂർണ്ണമായി മറച്ചു വെക്കണം. എന്നാൽ മുൻകൈകളും അതുപോലെ തന്നെ മുഖവും അവൾക്ക് നിസ്കാരത്തിൽ തുറക്കൽ അനുവദനീയമാണ്. പക്ഷേ പണ്ഡിതന്മാർ ചില നിബന്ധന പറഞ്ഞിട്ടുണ്ട്. അന്യപുരുഷന്മാരുടെ സാന്നിധ്യത്തിൽ ഒഴികെ. ഇപ്പൊ അവൾക്ക് പബ്ലിക്കായ ഒരു സ്ഥലത്ത് നിസ്കരിക്കേണ്ടി വന്നു എന്ന് വിചാരിക്കുക. നിസ്കാരത്തിന്റെ സമയമായി, വേറെ വഴിയില്ല, അങ്ങനെയുള്ള സ്ഥലത്താണ് നിസ്കരിക്കേണ്ടി വരുന്നത്. ആ സമയത്ത് അവൾക്ക് മുഖം മറക്കാവുന്നതാണ്. കാരണം അന്യപുരുഷന്മാർ കാണുന്ന വേളയിൽ അവൾക്ക് മറക്കാവുന്നതാണ്. ഇഹ്റാമിനെ പോലെ തന്നെ ഇഹ്റാമിലും സ്ത്രീകൾക്ക് മുഖം മറക്കാൻ പാടില്ല ശരിക്ക്. പക്ഷേ അന്യപുരുഷന്മാർ കാണുന്ന വേളയിൽ അവൾക്കത് മറക്കാവുന്നതാണ്. ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ വെച്ച് അത് ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ ഉള്ളപ്പോൾ തന്നെ അത് ചെയ്തിട്ടുണ്ട്. അന്യപുരുഷന്മാർ വന്നപ്പോൾ അവർ തലയിൽ നിന്നും ജിൽബാബ് താഴെ കിട്ടു. നിക്കാബ് എപ്പോഴും ഉപയോഗിച്ചിട്ടില്ല, നിക്കാബ് ഉപയോഗിക്കാൻ പാടില്ല. പക്ഷേ അന്യപുരുഷന്മാരുണ്ടാകുന്ന സമയത്ത് മറക്കാവുന്നതാണ്. അതേ ഹുക്കുമാണ് നിസ്കാരത്തിലുമുള്ളത് എന്ന് മനസ്സിലാക്കാം. ചില സമയത്ത് അങ്ങനെ വേണ്ടി വരും. ഹറമിലൊക്കെ നിസ്കരിക്കുമ്പോൾ എല്ലാ സ്ഥലത്തും ചിലപ്പോൾ പൂർണ്ണമായി മറ ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പം അങ്ങനെ ഒരു സ്ഥലത്ത് വെച്ച് സ്ത്രീകൾക്ക് നിസ്കരിക്കേണ്ടി വന്നു. ഉദാഹരണത്തിന് മഖാം ഇബ്രാഹിമിന്റെ പിന്നിൽ നിസ്കരിക്കേണ്ടി വരുന്ന, അവിടെ സ്ത്രീകൾക്ക് നിസ്കരിക്കുന്ന സ്ഥലത്ത് ആ ഭാഗത്ത് നിസ്കരിക്കുമ്പോൾ അവിടെ എന്തായാലും എന്തില്ല, മറയില്ല. ത്വാഫ് ചെയ്യുന്ന ഭാഗത്ത് പുറകിൽ നിന്നിട്ടാണ് ഒരു 2 റക്അത്ത് നിസ്കരിക്കുക ത്വാഫിന് ശേഷമുള്ളത്. അപ്പൊ അവിടെ മുഖം മറക്കാവുന്നതാണ്. കാരണം അന്യപുരുഷന്മാർ അവിടെ കാണുന്നുണ്ട്. അതല്ലാത്ത ഘട്ടങ്ങളിൽ
മുഖം മറക്കുക എന്നുള്ളത് സ്ത്രീകൾ നിസ്കാരത്തിൽ ചെയ്യാൻ പാടില്ല എന്നത് മനസ്സിലാക്കുക. ഇതാണ് 6ാമത്തെ നിബന്ധന, സത്റുൽ ഔറ. അശ്ശർതു സാബിഅ, 7ാമത്തെ നിബന്ധന ദുഖൂലുൽ വഖ്ത്, സമയമാവുക എന്നുള്ളതാണ്. والدليل من السنة حديث جبريل عليه الصلاة والسلام أنه أما النبي صلى الله عليه وسلم في أول الوقت وفي آخره. ഇതിനുള്ള തെളിവായിട്ട് പറയുന്നത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാമായിട്ട് 2 പ്രാവശ്യം നിസ്കരിച്ചിട്ടുണ്ട്. ഒന്ന് നിസ്കാരത്തിന്റെ ആദ്യ വക്തുകളിൽ, എല്ലാ നിസ്കാരത്തിനും ആദ്യ വക്തിൽ വന്നിട്ട് ഒരിക്കൽ നിസ്കരിച്ചു. ഫജ്ർ ബാങ്ക് കൊടുത്തുടനെ നിസ്കരിച്ചു. ളുഹർ അതിന്റെ സമയമാകുന്ന ആ സമയത്ത് ജവാല് നടക്കുക, തലക്ക് മുകളിൽ നിന്ന് നേരെ പടിഞ്ഞാറേക്ക് തെറ്റുക, അതാണ് ളുഹറിന്റെ സമയം ആരംഭിക്കുക. അങ്ങനെ അസർ അതേപോലെ തന്നെ ഒരു വസ്തുവിന്റെ നേര് അതിന്റെ മേൽ പൂർണ്ണമായി അത്രയും എത്തുക, അതാണ് അസറിന്റെ സമയം ആരംഭിക്കുന്നത്. അങ്ങനെ അസറിന്റെ ആദ്യ സമയത്ത് ആരംഭിച്ചു. സൂര്യൻ അസ്തമിച്ച ഉടനെ മഗ്രിബ്, ഇശ അസ്തമയ ശോഭ ആകാശത്ത് നിന്ന് മറഞ്ഞ ഉടനെ ഇശ. ഇങ്ങനെ എല്ലാ വക്തും ആദ്യ വക്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഇമാമായി നിസ്കരിച്ചു. പിന്നെ ഒരിക്കലെല്ലാം അതിന്റെ അവസാന വക്തിൽ നിസ്കരിച്ചു. ഫജർ സൂര്യൻ ഉദിക്കാൻ പോകുന്നതിന് തൊട്ടുമുമ്പായിട്ട്, ളുഹർ അങ്ങനെ അസറിന്റെ സമയം ആകാൻ പോകുന്നതിന് തൊട്ടുമുമ്പായിട്ട്, അസ്തമിക്കാൻ പോകുന്നതിനായിട്ട് അസർ, മഗ്രിബും അങ്ങനെ തന്നെ, ഇശയും അങ്ങനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇമാമായി ജിബ്രീൽ അലൈഹി സ്വലാം നിസ്കരിച്ചു. എന്നിട്ട് പറഞ്ഞു, യാ മുഹമ്മദ് അസ്സലാത്തു ബൈന ഹാദൈനിൽ വഖ്തൈൻ, നിസ്കാരം ഈ 2 സമയത്തിനിടയിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് അതിന് തെളിവായി പറഞ്ഞത്, സമയം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അല്ലാഹു തആല പറഞ്ഞു, വഖൗലുഹു തആല ഇന്ന സ്വലാത്ത കാനത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത, തീർച്ചയായും നിസ്കാരം മുഅ്മിനീങ്ങൾക്ക് കിതാബൻ മൗഖൂത, സമയം നിർണയിക്കപ്പെട്ട നിർബന്ധ ബാധ്യതയാണ്. കിതാബൻ എന്ന് പറഞ്ഞാൽ മഫ്റൂളൻ എന്നാണ്, ഐ മഫ്റൂളൻ ഫിൽ ഔഖാത്ത്, ഓരോ സമയത്തും നിർബന്ധ ബാധ്യത ഉള്ളതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. 3ാമതായി തെളിവും പറഞ്ഞു, വദലീലുൽ ഔഖാത്തി ഖൗലുഹു തആല, സമയം നിർണയിക്കപ്പെട്ടതാണെന്നുള്ള തെളിവ് അല്ലാഹു തആല പറഞ്ഞു, അഖിമിസ് സലാഹ്, നിങ്ങൾ നിസ്കാരം നിർവഹിക്കേണ്ടത് ലിദുലൂകി ശംസി ഇലാ ഗസഖിൽ ലൈലി വഖുർആനൽ ഫജ്ർ ഇന്ന ഖുർആനൽ ഫജ്രി കാന മശ്ഹൂദ. നിസ്കാരത്തിന്റെ 3 സമയങ്ങളും ഇതിൽ, നിസ്കാരത്തിന് 5 വക്തിന്റെ സമയങ്ങളും ഇതിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ്. അഖിമിസ് സലാഹ് ലിദുലൂകി ശംസ്, ദുലൂകി ശംസ് എന്ന് പറഞ്ഞാൽ സവാലു ശംസ് എന്നാണ് അർത്ഥം. സൂര്യൻ മധ്യാഹ്നത്തിൽ നിന്നും പടിഞ്ഞാറേക്ക് തെറ്റുന്നതിനാണ് ദുലൂകി ശംസ് എന്ന് പറയുന്നത്. അത് സംഭവിക്കുമ്പോഴാണ് ളുഹറിന്റെയും അസറിന്റെയും സമയം നമുക്കാവുക. അസർ നമുക്ക് ളുഹറിനോടൊപ്പം ജമ്മ ചെയ്യണമെങ്കിൽ പോലും ഇത് സംഭവിക്കണം, ളുഹറിന്റെ ബാങ്കിന്റെ സമയം ആവണം. അപ്പൊ ഈ 2 വക്തും അതിൽ ഉൾപ്പെടുന്നു എന്നാണ് പറഞ്ഞത്. പിന്നീട് പറഞ്ഞു ഇലാ ഗസഖിൽ ലൈൽ, രാത്രിയുടെ ഇരുളടയുന്ന സമയം, അതായത് സൂര്യാസ്തമയത്തിന് ശേഷം. അപ്പോഴാണ് മഗ്രിബിന്റെയും ഇശായിന്റെയും സമയം വരുന്നത്. കാരണം ഇത് 2 സമയങ്ങൾ ഒരുമിച്ചുള്ളതാണ്. ളുഹറും അസറും ഒറ്റ സമയമാണ്, ഒരുമിച്ച് വരുന്നതാണ്. ഒന്ന് കഴിയുമ്പോൾ തന്നെ അടുത്തത് വരും. മഗ്രിബും ഇശയും അങ്ങനെ തന്നെയാണ്. മഗ്രിബിന്റെ സമയം കഴിയുമ്പോൾ തന്നെ ഇശ ആരംഭിക്കും, അതിനിടയിൽ വേറൊരു ഗ്യാപ്പില്ല. എന്നാൽ ഫജ്ർ അങ്ങനെയല്ല. അതുകൊണ്ട് ഫജ്ർ നോക്കൂ, 3ാമത് അല്ലാഹു മാറ്റി പറഞ്ഞു ഖുർആനൽ ഫജ്ർ എന്നാണ് പറഞ്ഞത്, സ്വലാത്തുൽ ഫജ്ർ എന്ന് പറഞ്ഞിട്ടില്ല. അവിടെ വേറൊരു ഫായിദയും കൂടിയുണ്ട്. കാരണം ഫജ്ർ നിസ്കാരത്തിൽ റക്അത്ത് കുറവാണ്, പകരം ഖിറാഅത്ത് കൂട്ടി, കൂടുതൽ ഓതാൻ പ്രേരിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 60 മുതൽ 100 വരെ ആയത്തുകൾ ഫജ്ർ നിസ്കാരത്തിൽ ഓതിയിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് കൂടുതൽ ഖുർആൻ ഓതുന്നതിനാൽ ഫജ്ർ നിസ്കാരത്തെ പരിചയപ്പെടുത്തിയത് ഖുർആനുൽ ഫജ്ർ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഫജ്ർ നിസ്കാരം അതിൽ കൂടുതൽ ഖുർആൻ പാരായണമാണുള്ളത് എന്നാണ്. എന്നിട്ട് പറഞ്ഞു ഇന്ന ഖുർആനുൽ ഫജ്രി കാന മശ്ഹൂദ, തീർച്ചയായും ഫജ്ർ നിസ്കാരത്തിലുള്ള ആ ഖുർആൻ പാരായണം കാന മശ്ഹൂദ, അതിന് സാക്ഷ്യം വഹിക്കപ്പെടുന്നതാണ് എന്നാണ്. പല അഭിപ്രായങ്ങളും കാണാൻ സാധിക്കും. മലായികത്തുകൾ അതിന് സാക്ഷ്യം വഹിക്കുന്നുണ്ട്. ആകാശത്തേക്ക് രാവിലെ ആകുമ്പോൾ രാത്രി ഉണ്ടായിരുന്ന മലക്കുകൾ കയറിപ്പോകുന്നതാണ്, അവരതിന് സാക്ഷ്യം വഹിക്കുന്നുണ്ട്. അതുപോലെ രാവിലത്തെ ദൗത്യവുമായി ഏറ്റെടുത്തു വന്നിട്ടുള്ള മലക്കുകൾ സുബഹി സമയത്തുണ്ട്. അവ 2 മലക്കുകൾ ഒരുമിക്കുന്ന 2 സമയമുണ്ട്. ഒന്ന് ഫജറിനാണ്, 2 അസറിനാണ്. ഈ ഫജറിനാണ് ഖുർആൻ പാരായണം ഉച്ചത്തിലുള്ളത്. അതുകൊണ്ട് എല്ലാ മലക്കുകളും അതിന് സാക്ഷ്യം വഹിക്കുന്നുണ്ട് എന്നാണ് ഇന്നൽ ഖുർആനുൽ ഫജ്രി കാന മശ്ഹൂദ എന്നതിന്റെ അർത്ഥം എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. ചുരുക്കത്തിൽ സഹോദരങ്ങൾ, നിസ്കാരം അതിന് സമയമാകാതെ നിസ്കരിക്കാൻ പറ്റൂല. 1 മിനിറ്റ് ആണെങ്കിൽ പോലും നമുക്ക് കാണാൻ പറ്റും. ഫജർ നിസ്കാരം 5-6 ഒരാൾ 5 മണിക്ക് ഫജർ നിസ്കരിച്ചാലോ, 5 മണിക്ക് തന്നെ ഫജർ നിസ്കരിച്ച് നിസ്കാരം ശരിയാവില്ല, മാറ്റി നിസ്കരിക്കേണ്ടി വരും. ളുഹർ നമ്മൾ ഇന്നുള്ള സമയം 12:15, 12 കാലം, 12:10 നിസ്കരിച്ചാലോ നിസ്കാരം സഹിയാവുകയില്ല. ചിലർ ഇങ്ങനെ തെറ്റിദ്ധരിക്കാറുണ്ട്, യാത്രയിൽ അങ്ങനെ വിഷയമില്ല എന്നുള്ളത്. ഒരിക്കലും അനുഭവം ഉണ്ടായിട്ടുള്ള കാര്യമാണ്. സൗദി അറേബ്യയിലുള്ള സമയത്ത് യാത്ര പോകുന്ന സമയത്ത് ഉംറയോ അതിൽ മറ്റെന്തോ ഒരു യാത്രയാണ്. രാത്രി 4 മണിക്ക് 4:15 അങ്ങനെ എന്തോ ആണ് ഫജ്ർ നിസ്കാരം. അപ്പൊ 4 മണിക്കൊരു
പെട്രോൾ സ്റ്റേഷനിലേക്ക് നിർത്തി. അപ്പോഴേക്കും കുറേ ആൾ ഇറങ്ങിയിട്ട് wudu എടുത്ത് നിസ്കാരം ആരംഭിച്ചു. ഞാൻ അവരോട് പറഞ്ഞില്ല, നിസ്കാരം 4:15 ബാങ്ക് കൊടുക്കേണ്ടത്. ഡ്രൈവറോട് ആവശ്യപ്പെട്ടു, ഡ്രൈവർ പെട്ടെന്ന് ധൃതിയിൽ പോകണം, അയാൾ വേഗം പോവുകയാണ്, ഞാൻ ഇപ്പോൾ പോകും, അപ്പോഴേക്ക് പോലെ ഞങ്ങളൊക്കെ നിസ്കരിക്കട്ടെ എന്ന് കുറേ ആൾക്കാരോട് നിസ്കരിക്കുകയാണ്. അവർക്ക് പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല. അവർ യാത്രയാണ് പ്രശ്നമില്ല എന്നാണ് പറയുന്നത്. അത് കുറച്ച് അറിവുള്ള ആൾക്കാരായിട്ടാണ് അവർ പറയുന്നത് യാത്രയാണ് പ്രശ്നം. യാത്രയാണെങ്കിലും ഈ പറഞ്ഞതുപോലെ ഈ 3 വക്തുകളേ ഉള്ളൂ. യാത്രയാണെങ്കിലും ഫജറും അതിന് ഫജറിന്റെ വക്താവ് തന്നെ വേണം. ളുഹറിനും അസറിനും സൂര്യൻ മധ്യാഹ്നത്തിനും പടിഞ്ഞാറൊക്കെ തെറ്റ് തന്നെ വേണം. ഇപ്പോൾ 12:15 ളുഹർ നമ്മൾ പറഞ്ഞു. ഒരാൾക്ക് 12 മണിക്ക് ട്രെയിൻ ഉണ്ടെന്ന് വിചാരിക്കുക, ഉടൻ തന്നെ ളുഹർ അസർ ആട്ടം സമയത്ത് ജമ്മ ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും പറ്റൂല. 12:15 കഴിയാതെ ളുഹർ നിസ്കരിക്കാൻ പറ്റൂല, അസർ നിസ്കരിക്കാൻ പറ്റില്ല. ജമ്മാക്കിയിട്ടാണെങ്കിൽ പോലും ളുഹറിന്റെ സമയം കഴിയണം. മഗ്രിബും അങ്ങനെ തന്നെ. ഒരാൾക്ക് 6 മണിക്ക് ട്രെയിൻ ഉണ്ട്, 6:15 മഗ്രിബ്, വേഗം തന്നെ 6 മണിക്ക് മഗ്രിബ് എഷയും കൂടി നിസ്കരിച്ചാലോ? രണ്ടും സഹിയാവുകയില്ല, രണ്ടും സ്വീകരിക്കപ്പെടുകയില്ല. അതൊക്കെ എന്തേ വകുപ്പുള്ളൂ? ട്രെയിനിൽ ഇരുന്ന് നിസ്കരിക്കേണ്ടി വരും. കാരണം സമയമാണ് ഏറ്റവും ആഖിദുശ്ശർത്ത് സമയമാണ്. നിബന്ധനകളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സമയമാണ്. സമയത്തിന് ഒരു ഒഴിവില്ല. അത് ആ സമയത്ത് നിസ്കരിച്ചിരിക്കണം എന്നുള്ളതാണ്. സമയമാവാതെ നിസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സമയത്തിൽ നിന്ന് പിന്തിപ്പിക്കുക എന്നുള്ളത് ഗുരുതരമായ വൻപാപത്തിൽപ്പെടുന്ന കാര്യമാണ്. അല്ലാഹു തആല പറഞ്ഞു, അവർക്ക് ശേഷം ചില ആളുകൾ വന്നു, നിസ്കാരത്തെ അവർ പാഴാക്കി, അവരുടെ ദേഹേച്ഛകൾ അവർ പിൻപറ്റുകയും ചെയ്തു. അവർക്ക് നിസ്കാരത്തെ പാഴാക്കി കളഞ്ഞു, ദേഹേച്ഛകളെ പിൻപറ്റുകയും ചെയ്തു. അവർ പിന്നീട് ഗയ്യിനെ കണ്ടെത്തുന്നതാണെന്ന് അല്ലാഹു തആല പറഞ്ഞു. ചില മുഫസ്സിറുകൾ വിശദീകരിച്ചു, ഗയ്യ് വാദിൻ ഫി ജഹന്നം, നരകത്തിലുള്ള താഴ്വരയാണ് എന്ന് പറഞ്ഞു. നിസ്കാര സമയത്ത് നിന്ന് മനഃപൂർവ്വം പാഴാക്കുക എന്ന് പറയുന്നത് നിസ്സാരമായ കാര്യമല്ല, ഗൗരവമുള്ള കാര്യം. ചില ആൾക്ക് വളരെ നിസ്സാരമായ കാര്യമാണ്. ഫജ്റൊക്കെ എപ്പോഴാണോ എഴുന്നേൽക്കുന്നത് അപ്പോൾ നിസ്കരിക്കുക എന്നുള്ളതാണ്. 7 മണിക്കാണ് എഴുന്നേൽക്കുന്നത്, 7 മണിക്ക് നിസ്കരിക്കുക. അസറൊക്കെ ജോലിയൊക്കെ കഴിഞ്ഞ് മാർക്കറ്റിൽ എല്ലാ പണിയും കഴിഞ്ഞ് അവസാനം മഗ്രിബിൻ്റോട് അടുത്തിട്ടൊക്കെ വന്നിട്ട് ആൾക്കാർ ഇരിക്കും. ഇപ്പോൾ 6:15 മഗ്രിബാണെങ്കിൽ 6 മണിക്കൊക്കെ പള്ളിയിൽ വന്ന് നിസ്കരിച്ച്, ചില ഹദീസിൽ പറഞ്ഞ് ചില ആളുകൾ അസർ നിസ്കരിക്കും, കോഴി കുത്തുന്നത് പോലെ വന്ന് കുത്തി നിസ്കരിക്കും. അങ്ങനെ നിസ്കരിക്കാൻ നമുക്ക് ശരിക്കും കാണാൻ പറ്റും അങ്ങാടികളിലൊക്കെ. കാരണം അങ്ങാടികളിലെ തിരക്കൊക്കെ ഒഴിഞ്ഞിട്ട് അവൻ അവസാനത്തെ പ്രയോറിറ്റിയാണ് നിസ്കാരത്തിന്. എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് വന്ന് ആ സമയത്ത് നിസ്കരിക്കും. ഇനി കുറച്ചു നേരം കൂടി ഇരുന്ന് മഗ്രിബ് വാങ്ങി കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ ചെയ്യാൻ പാടില്ല. മറിച്ച് നിസ്കാരം അതിൻ്റെ ആദ്യ സമയത്ത് നിസ്കരിക്കുക എന്നുള്ളതാണ് അഫ്ദൽ. പ്രത്യേകിച്ചും അസർ പോലെയുള്ള നിസ്കാരം അത് തീരെ പിന്തിപ്പിക്കാൻ പാടില്ല. എന്നാൽ ചില നിസ്കാരങ്ങൾ പിന്തിപ്പിക്കൽ സുന്നത്തായിട്ടുള്ളതുണ്ട്. ളുഹർ നിസ്കാരം കഠിനമായ ചൂടുള്ള സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പിന്തിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. കുറച്ച് പിന്തിപ്പിക്കുക. നട്ടുച്ചക്കാണ് ളുഹർ ഉണ്ടാവുക, അല്ലെ? കാരണം സൂര്യൻ മധ്യാഹ്നത്തേക്ക് നട്ടുച്ചയാണ്. അതാണ് ളുഹറിന്റെ ആദ്യ വക്ത്. കഠിനമായ ചൂടാണ്, ആളുകൾക്ക് വരാൻ പ്രയാസം ഉണ്ടെങ്കിൽ നമുക്കൊരു 1-2 മണിക്കൂർ അത് വൈകിപ്പിക്കാം. 2 മണിക്കൂർ 2:30 ളുഹർ നിസ്കരിക്കാം. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഞാൻ തീരുമാനിക്കാവുന്നതാണ്. വീട്ടിലുള്ള ആളുകളോടല്ല, മസ്ജിദിലേക്ക് വരുന്ന ആളുകൾക്കാണ് പ്രയാസം ഉണ്ടാവുക. അതുപോലെ ഇശാ നിസ്കാരവും ജമാഅത്തായി നിസ്കരിക്കുകയാണ് എങ്കിൽ ആളുകൾക്ക് പ്രയാസമില്ലെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ തന്നെയാണ് പറഞ്ഞത്, ആളുകൾക്ക് പ്രയാസമില്ലെങ്കിൽ ഇശാ ജമാഅത്ത് വൈകി നിസ്കരിക്കാനാണ് സുന്നത്ത്. 9 മണിക്കോ 10 മണിക്കോ ഇശാ ജമാഅത്തായി നിസ്കരിക്കുകയാണെങ്കിൽ അതാണ് കൂടുതൽ പ്രതിഫലാർഹം. പക്ഷെ ആളുകൾക്ക് പ്രയാസകരമാകില്ലെങ്കിൽ എന്ന് അവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത് പരിഗണിക്കണം. നാട്ടിലെ ആളുകൾക്ക് പ്രയാസമാകുവാണെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. പക്ഷെ അങ്ങനെയല്ല, എല്ലാവരും മസ്ജിദിൽ തന്നെയുള്ള ആളുകളാണ്, മസ്ജിദിൽ വെച്ച് പഠിക്കുകയാണ്, അവിടെ വേറെ ആരും വരാനില്ല. അവർക്ക് തീരുമാനിക്കുകയാണെങ്കിൽ ഇശാ കുറച്ച് വൈകിപ്പിച്ച് തീരുമാനിക്കാവുന്നതാണ്. കാരണം അത് സുന്നത്താണ്, മനസ്സിലാക്കുക. അതല്ലാത്തതെല്ലാം അതിൻ്റെ ആദ്യ വക്താണ്. ഫജ്ർ ആകട്ടെ, ളുഹർ ആകട്ടെ, അസ്ർ ആകട്ടെ, മഗ്രിബ് പ്രത്യേകിച്ചും അതിൻ്റെ ആദ്യ വക്തിൽ നിസ്കരിക്കണം. കാരണം മഗ്രിബിന്റെ സമയം വളരെ കുറവാണ്, ഒരുപാടില്ല. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. മഗ്രിബും ഇശയും നമ്മൾ പറഞ്ഞു, മഗ്രിബ് കഴിയുന്നതോടുകൂടിയാണ് ഇശ ആരംഭിക്കുന്നത് എന്ന് പറഞ്ഞു. ളുഹർ കഴിയുന്നതോടുകൂടിയാണ് അസറിന്റെ സമയം ആരംഭിക്കുന്നത്. മുത്തസിലായ വക്താണ്. ഒന്ന് കഴിഞ്ഞ ഉടനെ അടുത്തത് കണക്റ്റഡ് ആണ്. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട, പണ്ഡിതന്മാർ പറഞ്ഞു, ഇന്ന് കാലഘട്ടത്തിൽ ഇശാ നിസ്കാരത്തിന് കൊടുത്ത സമയം എന്ന് പറയുന്നത് ഇശ നന്നായി ആവുന്നതിന് വേണ്ടി അവർ സൂക്ഷ്മതക്ക് അല്പം വൈകിപ്പിച്ചിട്ടാണ് പല നാടുകളിലും. നമ്മുടെ നാട്ടിന്റെ കൃത്യമായി അറിയില്ല. ഷെയ്ഖ് അബ്ദുസ്സലാം ഷുഐബ് ഹഫിളഹുല്ലാഹ്, സൗദി അറേബ്യയിലെ പണ്ഡിതനാണ്. അദ്ദേഹം പറയുന്നത് അവിടെയുള്ള പല നാടുകളിലും അവിടെ ഇശ അല്പം, അത് നന്നായി ഇരുട്ടിയതിനു ശേഷമാണ് ഇശ ബാങ്ക് കൊടുക്കാറുള്ളത്.
അതുകൊണ്ട് അത്രയും സമയം മഗ്രിബ് ഉണ്ട് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. മറിച്ച് മഗ്രിബിനൊരു സമയം പറഞ്ഞു തന്നിട്ടുണ്ട്. എങ്ങനെയാണ്? ആകാശത്തുള്ള അസ്തമയ ശോഭ മാഞ്ഞു പോകുക എന്നുള്ളതാണ്. അസ്തമയ ശോഭ നമ്മൾ കണ്ടിട്ടുണ്ടാകും, കടപ്പുറത്തൊക്കെ പോയാൽ ശരിക്കും കാണാൻ പറ്റും. സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ ചുവപ്പ് നിറം ആകാശത്ത് കാണാം. അതിനാണ് അസ്തമയ ശോഭ എന്ന് പറയുന്നത്. അത് പൂർണ്ണമായിട്ട് മാഞ്ഞു പോകുക, ആകാശം കറുപ്പടിച്ചു വരും അല്ലെ. അത് അത്യാവശ്യം സമയം ഉണ്ടാവും. പക്ഷെ എന്നാലും നമ്മൾ വിചാരിക്കുന്നത് പോലെ ഇപ്പോൾ ഇശ 7:25 7:15 7:20 മഗ്രിബിന്റെ സമയമാകാൻ സാധ്യതയില്ല. അത് അപ്പോഴേക്കും സമയം നേരത്തെ ആയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇശ അല്പം വൈകിപ്പിച്ചിട്ടാണ് ബാങ്ക് കൊടുക്കുന്നത്. പല നാടുകളിലും അങ്ങനെയാണ് പിന്തുടർന്നിട്ടുള്ളത്. അങ്ങനെയാണ് നിസ്കാരത്തിന്റെ സമയം പിന്തുടർന്നിട്ടുള്ളത്. അതുകൊണ്ട് അതുവരെ ഉണ്ടെന്ന് വിചാരിക്കരുത്. ചില ആളുകൾ മഗ്രിബിന്റെ സമയം ഇശ വരെ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ 7:15 നിസ്കരിക്കാമെന്ന് വിചാരിക്കും. അങ്ങനെ ചെയ്യരുത്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ നിസ്കരിച്ചിരുന്നു കാണാൻ സാധിക്കും. നേരത്തെ നിസ്കരിച്ചിരുന്നു, മഗ്രിബ് അധികം വൈകിപ്പിച്ചിരുന്നില്ല എന്ന് കാണാൻ സാധിക്കും. ഇതാണ് 7ാമത്തെ നിബന്ധന. 8ാമത്തെ നിബന്ധന ശർതു താമിൻ ഇസ്തിഖ്ബാലുൽ ഖിബ്ല, ഖിബ്ലയെ അഭിമുഖീകരിക്കുക എന്നുള്ളതാണ്. വദ്ദലീലു ഖൗലുഹു തആല, അതിനുള്ള തെളിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ് സമാ ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർദാഹാ ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം വഹൈസുമാ കുൻതും ഫവല്ലു വുജൂഹകും ശത്റഹ. സൂറത്തുൽ ബഖറയിലെ 144ാമത്തെ ആയത്താണ്. നമുക്കറിയാം, ആദ്യത്തെ ഖിബ്ല ബൈത്തുൽ മുഖദ്ദിസിലേക്കായിരുന്നു, ഫലസ്തീനിലേക്കായിരുന്നു ആദ്യത്തെ ഖിബ്ല ഉണ്ടായിരുന്നത്. മദീനയിൽ നിന്നും വടക്കു ഭാഗത്താണ് ഉള്ളത്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കഅബയിലേക്ക് ഖിബ്ല ആകണമെന്ന് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. അതാണ് അല്ലാഹു തആലയോട് പറയുന്നത്, ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ് സമാ, താങ്കളുടെ മുഖം ആകാശത്തേക്ക് ഇങ്ങനെ തിരിയുന്നത് നാം കാണുന്നുണ്ട്. അതായത് അദ്ദേഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു കഅബയിലേക്ക്, അത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പണിതാണ് കഅബ, അവിടേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖിബ്ലയായി നിശ്ചയിച്ചു കൊടുക്കണം എന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അള്ളാഹു തആല അതാണ് ഈ ആയത്തിൽ പറയുന്നത്, ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർദാഹ, താങ്കൾ തൃപ്തിപ്പെടുന്ന ഖിബ്ലയിലേക്ക് നാം തിരിച്ചു മാറ്റിത്തരുന്നതാണ് എന്ന് പറഞ്ഞു. എന്നിട്ടാണ് പറഞ്ഞത്, ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം, ആകയാൽ നീ മസ്ജിദുൽ ഹറാമിന് നേരെ നിന്റെ മുഖം തിരിക്കുക. നിസ്കരിക്കുമ്പോൾ മസ്ജിദുൽ ഹറാമിന് നേരെ നീ മുഖം തിരിക്കുക. വഹൈസുമാ കുൻതും, നീ എവിടെയായിരുന്നാലും, ഫവല്ലു വുജൂഹകും ശത്റഹു, നിന്റെ മുഖം അതിന് നേരെ തിരിക്കുക എന്നാണ് പറഞ്ഞത്. ഇവിടെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള കാര്യം, നിസ്കാരം സ്വഹീഹാകാൻ കഅബക്ക് നേരെ തിരിയുക എന്നുള്ള നിബന്ധനയാണ് കഅബ കാണുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം. കാരണം കഅബ കണ്ടു കഴിഞ്ഞാൽ, ഇപ്പൊ മത്താഫിൽ വെച്ച് നമ്മൾ നിസ്കരിക്കണം, കഅബ അവിടെ ഉണ്ട്, നമുക്ക് അവിടെ ഒരു 10 ഡിഗ്രി തെറ്റാൻ പാടില്ല. കാരണം നമ്മൾ 10 ഡിഗ്രി തെറ്റിയാൽ കഅബയുടെ പുറത്തേക്കാണ് നമ്മൾ പോവുക, തെറ്റാൻ പാടില്ല. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, കഅബയെ കണ്ടു നിസ്കരിക്കുന്ന ആളുകൾ, മസ്ജിദുൽ ഹറമിൽ വെച്ച് നിസ്കരിക്കുന്ന ആളുകൾക്ക് ചെറിയ ഡീവിയേഷൻസ് അനുവദിക്കപ്പെടുകയില്ല, ചെറിയ വ്യതിയാനങ്ങൾ അനുവദിക്കപ്പെടുകയില്ല. ഐനുൽ കഅബ തന്നെ വേണം, കഅബക്ക് നേരെ തന്നെ നിസ്കരിക്കണം. ഓരോ ഭാഗത്തും ഓരോ രീതിയിലാണ് ഉണ്ടാവുക, ചുറ്റുമാണല്ലോ ഉണ്ടാകുന്നത്. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം, നമ്മൾ ആയിരക്കണക്കിന് കിലോമീറ്റർ ഇപ്പുറത്താണ് നമ്മളുള്ളത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഐനുൽ കഅബ ഷർത്തല്ല, മറിച്ച് ആ ജിഹ, ആ ഒരു ദിക്കിലേക്ക് തിരിഞ്ഞാൽ മതി. ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ നാട്ടിലുള്ള ഖിബ്ല എങ്ങോട്ടാണ്? പടിഞ്ഞാറിൽ നിന്നും വടക്കോട്ട് തെറ്റിയിട്ടാണ് നമ്മുടെ ഖിബ്ല ഉള്ളത് അല്ലെ. നമ്മുടെ നാട്ടിൽ അങ്ങനെയാണുള്ളത്. ഓരോ നാട്ടിലും അങ്ങനെ ഉണ്ടാവും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഇങ്ങോട്ടാണ് നമ്മൾ ഖിബ്ല. നമ്മൾ കൂട്ടത്തിൽ ഒരാൾ ഒരു 20-30 ഡിഗ്രിയൊക്കെ ഇടത്തോട്ടോ അല്ലെങ്കിൽ 20-30 ഡിഗ്രി ഒക്കെ വലത്തോട്ടോ തിരിഞ്ഞ് നിസ്കരിച്ചാൽ നിസ്കാരം സഹീഹാകും. സ്വഹാബികളുടെ ഇജ്മാ ഉള്ള വിഷയമാണ്, സ്വഹാബികൾക്കിടയിൽ ഇജ്മാ ഉള്ള വിഷയം. ഉമർ ബിൻ ഖത്താബ് കൈകൾ രണ്ടും ഇങ്ങനെ ഉയർത്തിയിട്ട് ഈ രണ്ടിനിടയിൽ നിസ്കരിച്ചോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാ നമ്മൾ തിരിഞ്ഞ് എങ്ങോട്ടാകാൻ പാടില്ല. ഇത് പടിഞ്ഞാറാണ്, ഇത് കിഴക്കാണ്, നമ്മൾ എങ്ങോട്ടാകാൻ പാടില്ല, അങ്ങോട്ട് വടക്കോട്ടും ആകാൻ പാടില്ല, അങ്ങോട്ട് തെക്കോട്ടും ആകാൻ പാടില്ല. അതല്ലാത്ത രൂപത്തിൽ നമ്മൾ വളഞ്ഞു കഴിഞ്ഞാൽ നിസ്കാരം സ്വഹീഹായിരിക്കുന്നതാണ്. നിസ്കാരം സ്വഹീഹായിരിക്കുന്നത് കാരണം അല്ലാഹു തആല പറഞ്ഞത്, ഹൈസുമാ കുൻതും, നിങ്ങൾ എവിടെയായിരുന്നാൽ ഫവല്ലു വുജൂഹകും ശത്റഹു, അതിന്റെ ഭാഗത്തേക്ക് നിങ്ങൾ തിരിയുക എന്നാണ് പറഞ്ഞത്. അത് പണ്ഡിതന്മാർക്കിടയിൽ ഇജ്മാ ഉള്ള വിഷയമാണ് എന്ന് മനസ്സിലാക്കുക. നമ്മൾ ചെറുങ്ങനെ ഒന്ന് തെറ്റിപ്പോയെന്ന് വിചാരിച്ചാൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല, മാറ്റി നിസ്കരിക്കേണ്ടതില്ല. നമ്മൾ ഇങ്ങോട്ട് ദൂരമുള്ള ആളുകളാണ് സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെറുങ്ങനെ ഒന്ന് അങ്ങോട്ടേക്ക് ആയിപ്പോയി, ഒന്നങ്ങോട്ട് തിരിഞ്ഞുപോയി, 20 ഡിഗ്രി 30 ഡിഗ്രി നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞുപോയി, അതുകൊണ്ട് നമസ്കാരം ബാത്തിലാകുന്നില്ല. എന്നിവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ നാട്ടിലാണ് എങ്കിൽ, നമ്മൾ നാട്ടിലാണ്, യാത്രയിലല്ല, നമ്മൾ ഖിബല നമുക്കറിയില്ല എന്ന് വിചാരിക്കുക എങ്കിൽ അത് അറിവുള്ള ആളോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ നിസ്കരിക്കാൻ. നമ്മൾ സ്വന്തമായി ഇജ്തിഹാദ് ചെയ്ത് നിസ്കരിച്ചു, സ്വന്തമായി കണ്ടുപിടിച്ചു ഇങ്ങനെ ആയിരിക്കും എന്ന് നിസ്കരിച്ചു എന്ന് വിചാരിക്കുക. പിന്നീട് നിസ്കാര ശേഷം മനസ്സിലായി അങ്ങോട്ടല്ല,
നമ്മൾ അങ്ങോട്ടാണ് നിസ്കരിച്ചത്, ഇങ്ങോട്ടേക്കായിരുന്നു എന്ന് മനസ്സിലായി, ഇങ്ങോട്ടേക്കായിരുന്നു കിബില എന്ന് മനസ്സിലായി, മാറ്റി നിസ്കരിക്കേണ്ടി വരും. നാട്ടിലാണെങ്കിൽ നമ്മൾ ചോദിച്ച് ഉറപ്പ് വരുത്തിയിട്ട് വേണം നിസ്കരിക്കാൻ. എന്നാൽ യാത്രയിലാണെങ്കിൽ പണ്ഡിതന്മാർ പറഞ്ഞു, യാത്രയിലാണ് എങ്കിൽ അയാൾക്ക് ചോദിക്കാൻ ആളെ കിട്ടാനൊക്കെ സാഹചര്യം കുറവായിരിക്കും. ചിലപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു മരുഭൂമിയിലോ അങ്ങനെയുള്ള ഏതെങ്കിലും സാഹചര്യത്തിലൊക്കെ ഇറങ്ങി സ്ഥലത്തെത്തി നമ്മൾ ഏകദേശമൊക്കെ നോക്കിയിട്ട് ഇങ്ങോട്ടായിരിക്കും കിബില, ഫത്തഖുല്ലാഹ മസ്തതാഅതും, അള്ളാഹു പറഞ്ഞതുപോലെ സാധിക്കുന്നത്ര അള്ളാഹു സൂക്ഷിച്ച് ഇന്ന ഭാഗത്തേക്ക് കിബില എന്ന് വിചാരിച്ച് നിസ്കരിച്ചു എന്ന് കരുതുക. പിന്നീട് നിസ്കാര ശേഷം വേറൊരു യാത്രാ സംഘം വന്നിട്ടോ അല്ലെങ്കിൽ വേറെ ആൾക്കാർ പറഞ്ഞു അല്ല അങ്ങോട്ടല്ല ഇങ്ങോട്ടാണ് കിബില എന്ന് പറഞ്ഞാൽ നമസ്കാരം മാറ്റി നിസ്കരിക്കേണ്ടതില്ല എന്നാണ്. കാരണം അത് യാത്രയിലാണ്, നമുക്ക് അതിനുള്ള സാഹചര്യങ്ങൾ ചോദിക്കാനുള്ള ആളുകളൊന്നും ഉണ്ടായിരിക്കുകയില്ല. എന്നാൽ നാട്ടിലാണ് എങ്കിൽ നമ്മളത് വീഴ്ച വരുത്തിയിട്ടുണ്ട് എങ്കിൽ നമ്മൾ മാറ്റി നിസ്കരിക്കേണ്ടി വരും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇന്ന് കാലത്ത് അൽഹംദുലില്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നമ്മുടെ മൊബൈലുകളിലും അതല്ലാത്ത മറ്റു പല സംവിധാനങ്ങളിലും കിബില നോക്കാനൊക്കെ ഉള്ള വകുപ്പുകളുണ്ട്. നമ്മളത് ഉപയോഗപ്പെടുത്തുക അല്ലെ. നമ്മൾ ഒരാവശ്യമില്ലാതെ ഇങ്ങനെ മൊബൈൽ ഉപയോഗിക്കുന്ന ഇങ്ങനത്തെ കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തുക, അങ്ങനെയുള്ള നല്ല ആപ്ലിക്കേഷനുകൾ ഡൗൺലോഡ് ചെയ്യുക, കൃത്യമായി കിബില കാണിക്കുന്ന ഉണ്ടാവും അല്ലെ. അത് ശ്രദ്ധിക്കണം. നമ്മൾ അതിനെ അവലംബിക്കുന്ന സമയത്ത് അതൊക്കെ കൃത്യമായി വർക്ക് ചെയ്യുന്നുണ്ടോ ശ്രദ്ധിക്കണം. ചില ആൾക്ക് അറിയില്ലെങ്കിൽ അത് ചിലപ്പോൾ ഇത് അനങ്ങുന്നുണ്ടാവില്ല, എവിടെ കൊണ്ടുവച്ചാൽ ഒരൊറ്റ സ്ഥലത്ത് കാണിക്കുന്നുണ്ടാവും. അത് ശ്രദ്ധിക്കണം. അതൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർ അതിൻ്റെ ശ്രദ്ധിച്ചാൽ ഇത് വളരെ എളുപ്പമാണ്. ഏത് സ്ഥലത്ത് പോയാലും ഇത് ഉപയോഗപ്പെടുത്താൻ പറ്റും. എങ്ങനെയാണ് കിബില വളരെ കൃത്യമായിട്ട് കാണിക്കും. നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് ഇത്ര കിലോമീറ്റർ അപ്പുറത്ത് ഈ ഭാഗത്താണ് കാബ ഉള്ളത് എന്നുവരെ കൃത്യമായി കാണിക്കും. അപ്പം അത് നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. എവിടെ പോയാലും അത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. വിശ്വസ്തമായ അങ്ങനെയൊരു നല്ലൊരു ഇത് ഉപയോഗിച്ചിട്ട് നമുക്കത് ചെയ്യാവുന്നതാണ് എന്ന് കാണാൻ സാധിക്കും. എൻ സഹോദരങ്ങളെ, സുന്നത്ത് നിസ്കാരങ്ങളെ സംബന്ധിച്ചിടത്തോളം വാഹനത്തിലാണ് എങ്കിൽ കിബിലക്ക് നേരെ അല്ലാതെ തന്നെ നിസ്കരിക്കാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് അങ്ങനെ ശേഷം അത് കിബിലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. സുന്നത്ത് നിസ്കാരങ്ങളാണ് എങ്കിൽ യാത്രയിൽ വാഹനം സഞ്ചരിച്ചു കൊണ്ടിരിക്കെ നമുക്ക് കിബിലയിലേക്ക് അല്ലാതെ തിരിഞ്ഞ് നിസ്കരിക്കാവുന്നതാണ്. സുന്നത്ത് നിസ്കാരങ്ങൾക്ക് അങ്ങനെ പ്രത്യേകം ഇളവുണ്ട്. മഹാനായ സഹാബി ആമിർ ബിൻ റബീഅ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതായി കാണാൻ സാധിക്കും, റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ അല റാഹിലതി യുസബ്ബിഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വാഹനപ്പുറത്ത് നിന്നും യുസബ്ബിഹ് എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് സുന്നത്ത് നിസ്കാരങ്ങളാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. തസ്ബീഹ് ചെയ്തു എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സുന്നത്ത് നിസ്കാരങ്ങളാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. നിസ്കരിച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. യൂമിഉ ബിറഅ്സിഹി, അവിടുന്ന് തല കൊണ്ട് ആംഗ്യം കാണിക്കുമായിരുന്നു എന്നാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഫർള് നിസ്കാരങ്ങളിൽ അങ്ങനെ ചെയ്തിരുന്നില്ല എന്നാണ്. ഫർള് നിസ്കാരങ്ങളൊന്നും ഒരിക്കലും വാഹനത്തിൽ നിസ്കരിച്ചിട്ടില്ല, മറിച്ച് സുന്നത്തുകൾ അങ്ങനെ നിസ്കരിച്ചിരുന്നു എന്ന് കാണാൻ സാധിക്കും. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ടിൽ ഒന്നുകൂടി അതിനൊരു വ്യക്തത തന്നിട്ടുണ്ട്. അദ്ദേഹം പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര തിരിക്കാൻ ഒരുങ്ങിയാൽ എന്ത് ചെയ്യും? സുന്നത്ത് നിസ്കരിക്കണമെങ്കിൽ വാഹനത്തെ കിബിലക്ക് നേരെ തിരിച്ചു വെച്ചിട്ട്, വാഹനം ഒരു ഒട്ടകവും കഴുതൊക്കെയാണ്, കിബിലക്ക് നേരെ തിരിച്ച് വെച്ചിട്ട് അതിൽ കയറിയിട്ട് തക്ബീർ ചൊല്ലും. പിന്നീട് വാഹനം അത് എങ്ങോട്ടാണോ പോകുന്നത് അത് അവിടുന്ന് ഗൗനിക്കാറില്ല, പരിഗണിക്കാറില്ല. അങ്ങനെ പോയാൽ നിസ്കാരം തുടരും. അതായത് സുന്നത്ത് നിസ്കാരത്തിന് എന്താവശ്യമില്ല, വാഹനം സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ കിബിലക്ക് നേരെ തിരിയണമെന്നില്ല. ഉദാഹരണത്തിന് നമ്മൾ ട്രെയിനിലാണ്, ഫ്ലൈറ്റിലാണ് എന്ന് വിചാരിക്കുക, യാത്ര ചെയ്യുകയാണ്. ഇപ്പം രാത്രി നമുക്ക് സ്ഥിരമായിട്ട് വിത്രസ്കരിക്കുന്ന ആളാണ്, നമുക്ക് അങ്ങനെ തന്നെ വിത്രസ്കരിക്കാം, അവിടെ കിബിലൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ട്രെയിനിലാണ് ളുഹ നിസ്കരിക്കണോ, അങ്ങനെ തന്നെ നിസ്കരിക്കാം. കാറിലാണ് അങ്ങനെ തന്നെ ളുഹ നിസ്കരിക്കാം. ചില പണ്ഡിതന്മാരൊക്കെ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്, ഒരു കാറിൽ ളുഹയുടെ സമയമായാൽ ഒതുണ്ടെങ്കിൽ അവർ പുറകിലിരുന്ന് അങ്ങനെ തന്നെ ളുഹ നിസ്കരിക്കും. അവർക്ക് ളുഹയുടെ ഫദ്ല് സഹോദരങ്ങളെ അത് ലഭിക്കുന്നതാണ്. കാരണം സുന്നത്ത് നിസ്കാരങ്ങൾക്ക് വാഹനം സഞ്ചരിച്ചു കൊണ്ടിരിക്കെ കിബിലക്ക് നേരെ തിരിയുക എന്നുള്ള നിബന്ധന ഇല്ല. എന്നാൽ ഫർള് നിസ്കാരങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാഹനത്തിൽ നിസ്കരിച്ചിരുന്നില്ല എന്ന് കാണാൻ സാധിക്കും. പക്ഷെ നമുക്ക് ഇന്ന് കാലഘട്ടത്തിൽ നമുക്ക് ട്രെയിനിലോ ഫ്ലൈറ്റിലോ ഒക്കെ പോകുമ്പോൾ നമുക്ക് വാഹനത്തിൽ വെച്ച് നിസ്കരിക്കുക അല്ലാതെ നിവൃത്തിയില്ലാത്ത ഘട്ടത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞു ഫത്തഖുല്ലാഹ മസ്തതഅതും, സാധിക്കുന്നത്ര അള്ളാഹിനെ സൂക്ഷിച്ച് അവിടെ നിസ്കരിക്കണം. അത് പ്രത്യേകം പറഞ്ഞതായി കാണാൻ സാധിക്കും. ഫ്ലൈറ്റിലാകട്ടെ കപ്പലിലാകട്ടെ അവർ പറഞ്ഞു നിൽക്കാൻ കഴിയുമെങ്കിൽ നിൽക്കണം എന്നാണ് പറഞ്ഞത്. പക്ഷേ നമുക്കറിയാം ഇന്നത്തെ പല ഫ്ലൈറ്റുകളിലും നിൽക്കാൻ പറ്റുന്ന സാഹചര്യമല്ല. അപ്പം നമുക്ക് അവിടെ ഇരിക്കും. രണ്ട് കിബില എങ്ങോട്ടാണെന്നും പരിശോധിക്കണം. ചില ട്രെയിനിലായാൽ ചിലപ്പോൾ നമുക്ക് നമ്മുടെ ബർത്ത് കിബിലയിലേക്ക് നേരെ തന്നെയാണ് ഉണ്ടാവുക, നമ്മളതൊന്നും നോക്കൂല, നമ്മൾ എങ്ങനെയെങ്കിലൊക്കെ നിസ്കരിക്കും. യാത്രയിലായാലും എങ്ങനെയെങ്കിലും നിസ്കരിക്കാന്നല്ല, നമ്മൾ ശ്രദ്ധിക്കുക, പരമാവധി കിബില എങ്ങോട്ടാന്ന് നോക്കുക. ചിലപ്പോൾ നമ്മൾ കറക്റ്റ് നമ്മളെ ബർത്ത് കിടക്കുന്ന പോലെ തന്നെ ആയിരിക്കും കിബില. നമുക്ക് ഇരുന്നിട്ട് നേരെ നിസ്കരിച്ചാൽ കിബില എന്ന് പറയുന്ന നിബന്ധന നമുക്ക് പാലിക്കാൻ പറ്റി, നിൽക്കാൻ പറ്റിയിട്ടില്ല, പക്ഷെ കിബില എന്ന് പറയുന്ന നിബന്ധന നമുക്ക് പാലിക്കാൻ പറ്റി. അപ്പം സാധിക്കുന്നത്ര നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അത് ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കുക. കാരണം അത് നിസ്കാരത്തിന്റെ
നിബന്ധനയിൽപ്പെട്ട കാര്യമാണ്. എന്നാൽ അതിന് സാധിക്കുന്നില്ല എങ്കിലോ, ഇപ്പോൾ ഫ്ലൈറ്റിലാണ്, പ്രത്യേകിച്ച് ഫജ്ർ നിസ്കാരത്തിന് പലപ്പോഴും സംഭവിക്കും. ഗൾഫിൽ നിന്നൊക്കെ 3 മണിക്കും 4 മണിക്കൊക്കെ ഫ്ലൈറ്റ് കയറുന്ന ആൾക്ക് മിക്കവാറും ഫജ്ർ ഫ്ലൈറ്റിലാണ് ഉണ്ടാവുക. നാട്ടിലെത്തിയാൽ നിസ്കാര സമയം കഴിയും. ചില ആളുകൾ അങ്ങനെയാണ്, ലാഘവത്തോടെ നാട്ടിലെത്തിയിട്ടൊക്കെ കളാവ് ഇട്ട് നിസ്കരിച്ചാൽ മതി എന്ന് വിചാരിക്കുന്ന സാധുക്കളുണ്ട്. അങ്ങനെയല്ല വേണ്ടത്. മറിച്ച് ഫജറിന്റെ സമയം നമുക്ക് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് നിസ്കരിച്ചിരിക്കണം. അത് വൈകിപ്പിക്കാൻ പാടില്ല. യാത്രയിലാണെങ്കിൽ ഫ്ലൈറ്റിൽ നിന്ന് എന്ത് ചെയ്യുക, ഒന്നു കൊടുക്കാൻ പറ്റി എടുത്ത് കയറാൻ പറ്റുന്ന ആൾക്കാർ അങ്ങനെ കയറുക, അതാണ് ഏറ്റവും എളുപ്പമുള്ള കാര്യം. അല്ലെങ്കിൽ അതിന് ബാത്റൂമിൽ പോയാൽ നമുക്ക് ചെറിയ രൂപത്തിൽ ഒന്നു കൊടുക്കാൻ പറ്റും അല്ലേ. അത് ശ്രദ്ധിക്കാൻ വേണ്ടി ഒരു എളുപ്പമൊക്കെ ഉണ്ട്. അതിന് പോകുമ്പോൾ ഒന്നു എടുത്തിട്ട് സോക്സ് ഒക്കെ ഇട്ട് കയറിയ ഉപകാരമുണ്ട്. എന്താണ്, കാലിന് മുകളിൽ തടവിയാൽ മതി. കാരണം കാല് കഴുകാനായിരിക്കും ഈ ചെറിയ ബാത്റൂമിനൊക്കെ വലിയ പ്രയാസം ഉണ്ടാവും. ഒന്നു എടുത്തിട്ട് സോക്സ് ഇട്ടതാണെങ്കിൽ പിന്നെ മുറിഞ്ഞാലും അടുത്ത ഒന്നു എടുക്കുന്ന സമയത്ത് തല തടവിക്കാൻ നേരെ കാലിൽ ഒരൊറ്റ തടവ് തടവിയാൽ മതി. ഇപ്പോൾ ഫ്ലൈറ്റിൽ നിൽക്കാൻ കൂടുതൽ ഉപകരിക്കുന്ന കാര്യമാണത്. കാരണം അവിടെ കാല് പൊന്തിച്ച് കഴുകാനൊന്നും പ്രയാസമാണ്. പിന്നെ അവർ വെള്ളം അങ്ങനെ ആവുന്നത് അവർ ഇഷ്ടപ്പെടുന്ന കാര്യമായിരിക്കില്ല. അപ്പോൾ നമുക്കത് സോക്സ് ധരിച്ച് കഴിഞ്ഞാൽ അതിന് മുകളിൽ തടവാവുന്നതാണ്. ഇങ്ങനെയുള്ള അളവുകളൊക്കെ നമ്മൾ സ്വീകരിക്കണം. നമുക്ക് എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ്, യാത്രയിലും മറ്റുമൊക്കെ എളുപ്പമാകുന്നതിന് വേണ്ടിയിട്ടാണ്. യാത്ര അല്ലെങ്കിൽ നമുക്ക് സോക്സ് സ്വീകരിക്കാവുന്നതാണല്ലോ. അപ്പം അത് തടവി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും വുളു കൃത്യമായി എടുക്കാൻ പറ്റി. ഇനി വെള്ളം കുറേ ഇല്ല, നമുക്ക് എല്ലാ അവയവങ്ങളും ഒരു പ്രാവശ്യം കഴുകിയാൽ മതി. വുളുവിൻ്റെ ഫർദിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു പ്രാവശ്യം കഴുകിയാൽ മതി. കുറച്ച് വെള്ളമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഗ്ലാസ് വെള്ളത്തിൽ നമുക്ക് വേണമെങ്കിൽ വുളു എടുക്കാം. നമ്മൾ വിചാരിക്കേണ്ടത് കഴിയില്ലാന്ന് വിചാരിക്കണ്ട. എല്ലാ ഭാഗങ്ങളും ഒരു പ്രാവശ്യം എടുത്ത് പൂർണ്ണമായും ഒന്ന് ഒഴുകണം. നനച്ചാൽ പോരാ, ഒന്ന് ചെറിയ രൂപത്തിൽ നീങ്ങണം, വെള്ളം നീങ്ങണം, അത് മതി. അങ്ങനെ നമുക്ക് എല്ലാ കാര്യങ്ങളും ഒരു പ്രാവശ്യം കഴുകിയാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വുളു എടുക്കാൻ പറ്റും. അങ്ങനെയൊക്കെ എളുപ്പങ്ങൾ സഹോദരങ്ങളെ ദീനിൽ ഉണ്ട്. അത് സ്വീകരിക്കുക, ആവശ്യമുള്ള സാഹചര്യത്തിൽ അത് സ്വീകരിക്കുക. നിസ്കാരം അതിൻ്റെ സമയത്ത് തന്നെ നിർവഹിക്കുക എന്നുള്ളതാണ് വേണ്ടത്. അശ്ശർതു താസിഅ, അവസാനത്തെ നിബന്ധന അന്നീയ. നിസ്കാരത്തിന് നിയ്യത്ത് വേണം. അദ്ദേഹം പറഞ്ഞു വമഹല്ലുഹാ അൽ ഖൽബ്, അതിന്റെ സ്ഥാനം ഖൽബിലാണ്, ഹൃദയത്തിലാണ്. വതലഫ്ഫുദു ബിഹാ ബിദ്അ, അത് നാവ് കൊണ്ട് ഉച്ചരിക്കുക എന്നുള്ളത് പുത്തനാചാരമാണ്. എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തിട്ടില്ല, സ്വഹാബികൾ അങ്ങനെ ചെയ്തിട്ടില്ല, അയിമ്മത്തുകളൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല. ചില ഇമാമുമാർ അതുമായി ബന്ധപ്പെട്ട ചില വാക്കുകൾ പറഞ്ഞതാണ് അതിന് വലിയ തെളിവായി സ്വീകരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടില്ല. അവിടുന്ന് ആയിരക്കണക്കിന് നിസ്കാരം നിസ്കരിച്ചിട്ടുണ്ട്. ഒരു നിസ്കാരത്തിന് പോലും അവിടുന്ന് ചുണ്ടനക്കി ഒരു നീയത്ത് പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് അതിന് ബിദ്അത്ത് എന്ന് പറയുന്നത്. അതിൻ്റെ അർത്ഥം നീയത്ത് വേണ്ടെന്നല്ല ഈ പറയും. നീയത്ത് എന്ന് പറയുന്നതിന് മഹല്ല് ഖൽബിലാണെന്ന് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. ചുണ്ടുകൊണ്ട് പറയുന്നവർക്കും അറിയാം നീയത്ത് മനസ്സിലാവേണ്ടതെന്ന്, എല്ലാവർക്കും അറിയാം. കാരണം ആ വാക്കിന്റെ അർത്ഥം തന്നെ അതാണ്. പക്ഷെ അവർ പറയുന്നത് ഏറ്റവും നമ്മൾ മനസ്സിൽ വിചാരിച്ചത് ചൊല്ലി പറയണമെന്നാണ്. ഇല്ല, അതിന് തെളിവില്ല. സല്ലല്ലാഹു അങ്ങനെ പറഞ്ഞിട്ടില്ല, അങ്ങനെ ചെയ്തിട്ടില്ല. ഒരു ഹർഫ് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വഹാബികൾ പകർത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താടി നിസ്കാരത്തിൽ അനങ്ങുന്നത് കണ്ടിട്ട് പുറകിൽ നിന്ന് സഹാബികൾ ചോദിച്ചിട്ടുണ്ട്, നബിയെ താങ്കൾ തക്ബീറത്തുൽ ഇഹ്റാമോ അതുപോലെ ഫാത്തിഹ ഉച്ചത്തിൽ ഓതുമല്ലോ, അതിനിടയിൽ താങ്കളുടെ താടി അനങ്ങുന്നുണ്ട്, എന്തോ ചൊല്ലുന്നുണ്ടല്ലോ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനിടയിലുള്ള പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുക്കുന്നത്. അങ്ങനെ ഓരോ കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരൽ നീട്ടിയത് വരെ സ്വഹാബികൾ കണ്ടുപിടിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഇത്രയും പ്രാധാന്യമുള്ള ബിദ്അത്ത്, ഇത്രയും പ്രാധാന്യമുള്ള നീയത്ത് അത് ചൊല്ലിയിട്ടുണ്ടെങ്കിൽ അവരത് ഒപ്പിയെടുക്കില്ലേ? അതിന്റെ വാചകങ്ങൾ കൃത്യമായി പറഞ്ഞു തന്നിട്ടില്ല. അതുകൊണ്ട് സഹോദരൻ നീയത്ത് മനസ്സിലുണ്ടാകണം. അത് പ്രാധാന്യമുള്ള കാര്യമാണ്. ഒരു ചിന്തയില്ലാതെ നിസ്കരിക്കരുത്. പക്ഷേ അത് ചൊല്ലി പറയുക എന്നുള്ളത് പാടില്ല. കാരണം നീയത്ത് അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ദലീലു ഹദീസ് ഇന്നമൽ അഅമാലു ബിന്നിയാത്ത്, തീർച്ചയായും പ്രവർത്തനം നീയത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ, ഓരോരുത്തരും എന്താണ് ഉദ്ദേശിക്കുന്നത് അതാണ് കിട്ടുക. അത്രയും പ്രാധാന്യമുണ്ട്. നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് നീയത്തിന്റെ ഹദീസ് വിശദീകരിക്കുന്ന സമയത്ത്. ളുഹർ നീയത്ത് വെച്ചാൽ ളുഹർ ഇട്ടുള്ളൂ, അസ്ർ നീയത്ത് വെച്ചാൽ അസ്ർ ഇട്ടുള്ളൂ. ഫർളുകൾ വേർതിരിക്കാൻ നീയത്ത് വേണം, ഫർദിനെയും സുന്നത്തിനെയും വേർതിരിക്കാൻ അതിന് നീയത്ത് വേണം. അപ്പൊ നീയത്ത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. പക്ഷേ അത് ചൊല്ലി പറയേണ്ടതില്ല. ഇത്രയാണ് 9 ശുറൂത്ത് സ്വലാ. അത് മനസ്സിലാക്കുക, ഇത് പാലിക്കുക നിർബന്ധമാണ്. എങ്കിലാണ് നമ്മൾ നിസ്കാരം സ്വീകരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാൻ ജീവിതത്തിൽ പകർത്താൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വഹദാ വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.